Hi students. ഇന്നലെ നമ്മൾ സോളിഡ്സ് എന്ന ചാപ്റ്റർ സ്റ്റേറ്റ് സിലബസിലെ Sslc സ്റ്റേറ്റ് സിലബസ് മാത്സിലെ 8ാമത്തെ ചാപ്റ്റർ വളരെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഇന്നലെ ക്ലാസ് എടുത്തു. ഇന്ന് ഞാനിവിടെ സ്ക്വയർ പിരമിഡ് കോൺ ഒക്കെ ഇക്വേഷൻസ് അതിൽ വേണ്ട എല്ലാ ഇക്വേഷൻസും ബോക്സിലാക്കി വെച്ചിട്ടുണ്ട്. ഇതാ ഇത്രയാണ് സ്ക്വയർ പിരമിഡിൽ ഇക്വേഷൻസ് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഞാൻ ഇവിടെ നേരത്തെ വരച്ചു വെച്ചതാണ്, എഴുതി വെച്ചതാണ്. ഇന്നലെ നമ്മൾ സ്ക്വയർ പിരമിഡ് പരിചയപ്പെട്ടപ്പോൾ സ്ലാൻഡ് ഹൈറ്റ്, ലാറ്ററൽ എഡ്ജും ബേസ് എഡ്ജും ഒക്കെ ഈജിപ്തിലൊക്കെ പോയിട്ടാണ് പരിചയപ്പെട്ടത് അല്ലേ? പറഞ്ഞതിനർത്ഥം മനസ്സിലായല്ലോ. ഓക്കെ, ഇന്ന് ഇതാ ഇവിടെ ജസ്റ്റ് ഒന്ന് വരച്ചു വെച്ചിട്ടുണ്ട്. ഇതാ എന്തൊക്കെ കാര്യങ്ങളാണ് ഇതിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് സ്ക്വയർ പിരമിഡിൽ? സ്ക്വയർ പിരമിഡ് എന്ന് പറയുമ്പോൾ സമചതുര സ്തൂപിക. സോളിഡ്സ് എന്ന ചാപ്റ്റർ ഘനരൂപങ്ങളാണ്, മലയാളം മീഡിയം കുട്ടികൾക്ക് അറിയാം. 4 A ഉണ്ട്. എ എന്ന് പറഞ്ഞാൽ എന്താ? ബേസ് എഡ്ജ്, പാദവക്ക്. അടിയിലുള്ള ഈ വക്ക് ഉണ്ടല്ലോ, 1, 2, അപ്പുറത്തൊന്നുണ്ടാവും ഇപ്പുറത്തൊന്നുണ്ടാവും അല്ലെ? ആനിമേഷൻ വരുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവും. 4 E ഉണ്ട്. ലാറ്ററൽ എഡ്ജ്, അതായത് പാർശ്വവക്കുകൾ. ഇന്നലെ ഈജിപ്തിൽ പോയിട്ട് ഇവിടുന്ന് ഇങ്ങനെ നമ്മൾ വികലന്റിൽ കീഞ്ഞിറങ്ങുമ്പോൾ ഇങ്ങനെ ഇറങ്ങിയില്ലേ? ആ വക്കുകൾ 1, 2, 3 ഇവിടെ കാണുന്നുണ്ട്, അപ്പുറത്തൊന്നുണ്ട്, 4 ഉണ്ട്. 4 Aയും 4 E ഉണ്ട്. ചില ക്വസ്റ്റ്യൻ ഒക്കെ വരലുണ്ട്, ഫൈൻഡ് ലെങ്ത് ഓഫ് സം ഓഫ് എഡ്ജസ്. എഡ്ജുകളുടെ സമ്മ കാണുമെന്ന് പറയുമ്പോൾ നിങ്ങൾ 4 Aയും 4 Eയും കൂടെ കൂട്ടി ലെങ്ത് എഴുതുകയാണ് വേണ്ടത്. ഓക്കെ, ബേസ് ഏരിയ പറയേണ്ട ആവശ്യമില്ല, 8കാലിക്ക് എത്ര കാലുണ്ട് ചോദിക്കും പോലെയാണത്. സ്ക്വയർ പിരമിഡ് എന്ന് പറഞ്ഞാൽ തന്നെ ബേസ് സ്ക്വയർ ആണ്. അപ്പൊ ബേസിന്റെ ഏരിയയാണ് ബേസ് ഏരിയ. സ്ക്വയർ, സ്ക്വയറിന്റെ ഏരിയ. LSA ബേസ് ഏരിയ എന്ന് പറഞ്ഞാൽ പാദ വിസ്തീർണം, പാദ പരപ്പളവ് എന്നൊക്കെയാണ് പറയാം അല്ലെ? LSA ലാറ്ററൽ സർഫസ് ഏരിയ എന്ന് പറഞ്ഞാൽ പാർശ്വതല വിസ്തീർണം. ഈ ട്രയാങ്കിൾസ് ഉണ്ട് 4 ഉള്ളിലുള്ളതല്ല കേട്ടോ, പുറത്തുള്ള അതിന്റെ ഒക്കെ ഏരിയ. അപ്പൊ 4 പിരമിഡ് ആണെങ്കിൽ 4 ട്രയാങ്കിൾ ഇങ്ങനെ ചെരിഞ്ഞിട്ടുണ്ടാവും, അതിന്റെ ഒക്കെ ഏരിയ പാർശ്വതല വിസ്തീർണം എന്ന് പറയും, പാർശ്വതല പരപ്പളവ് എന്നൊക്കെ പറയും. അത് 2AL എങ്ങനെ വന്നെന്നൊക്കെ നേരത്തെ പറഞ്ഞതാണ്. ടോട്ടൽ സർഫസ് ഏരിയ ഇനി പറയണമെന്നില്ല, 2 കൂടെ കൂട്ടിയാൽ മതി. വോളിയം എങ്ങനെയാണ്? പ്രിസത്തിന്റെ വോളിയം ബേസ് ഏരിയ ഇൻറ്റു ഹൈറ്റ്, പിരമിഡിന്റെ വോളിയം 1/3 കൂടെ ഇട്ട് കൊടുത്താൽ മതി അല്ലെ? ഇപ്പൊ 1/3 A²H. അപ്പൊ നോക്ക് നിങ്ങൾ, ഇതൊക്കെ പണ്ട് പരിചയിച്ചതാണ്. ആകെ ഉള്ളത് ഒരു 2AL ആണ്. അതാണെങ്കിൽ സിമ്പിളുമാണ് പറയാൻ അല്ലെ? A² + 2AL ആണ്, രണ്ടും കൂടെ ആഡ് ചെയ്തുതരാം. അപ്പൊ 2AL മാത്രം സത്യം പറഞ്ഞാൽ ഒരു പുതിയതായിട്ട് എനിക്ക് തോന്നുള്ളൂ, അല്ലെങ്കിൽ നിങ്ങൾക്ക് തോന്നാൻ പാടുള്ളൂ അല്ലെ? 10ാം ക്ലാസ്സിലേക്ക് വരുന്നൊരു കുട്ടിക്ക് 2AL ആണ് ഒരു പുതിയതായിട്ട് തോന്നുന്നത്. A²H ഒക്കെ 8ാം ക്ലാസ്സിൽ നമ്മൾ പ്രിസത്തിന്റെ പഠിച്ചതാണ്, അതായത് സ്തംഭത്തിന്റെ പഠിച്ചതാണ്. അതിന് 1/3 ഇട്ട് കൊടുത്താൽ പിരമിഡിൻ്റെതാവും. സ്തംഭം എന്ന് പറഞ്ഞാൽ അടി മുതൽ മുകൾ വരെ ഒരുപോലെ, പ്രിസം, സ്തംഭം അല്ലെ? ഇനി അപ്പൊ ഇത്രയാണ് അതിന്റെ ഇക്വേഷൻസ്. കണ്ടുപിടിക്കാനുള്ള എക്സ്പ്രഷൻസ്, പല സംഭവങ്ങൾ കണ്ടുപിടിക്കാൻ. ഇനി ഇതിലുള്ള ഒരു ചെറിയൊരു പ്രശ്നമാണ്, പല കുട്ടികൾക്കും വളരെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു സംഭവമാണ് ഈ 3 ട്രയാങ്കിൾസ്. അത് ഇതിനുള്ളിൽ ഞാൻ വരച്ചിട്ടുണ്ട്, ഇന്നലെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞതാണ്. നോക്കാം, ആദ്യം ഈ ബ്ലൂ ട്രയാങ്കിൾ എടുത്ത് നോക്കാം. ഹൈറ്റും ബേസ് എഡ്ജിന്റെ പകുതി, ഇത്രയും ബേസ് എഡ്ജ് ആണെങ്കിൽ പാദവക്കാണെങ്കിൽ അതിന്റെ പകുതിയാണല്ലോ ഇവിടെ. പിന്നെ സ്ലാൻ ഹൈറ്റ് അല്ലെ, ഇന്നലെ കയറിട്ട് കൊടുത്തു എന്ന് പറഞ്ഞ സംഭവമാണ് സ്ലാൻ ഹൈറ്റ്. അങ്ങനെ ഒരു ട്രയാങ്കിൾ, മട്ട ത്രികോണം, റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ഉണ്ടാക്കുന്നുണ്ട്. അതിവിടെ എഴുതി വരച്ചു വെച്ചിട്ടുണ്ട്. ഇത് അടുത്ത ട്രയാങ്കിൾ വരച്ചു, അടുത്തത് വരച്ചു. ഇത് ഡയഗണലിന്റെ പകുതിയാണ്, വികരണത്തിന്റെ പകുതിയാണ്, പാദവികരണത്തിന്റെ പകുതിയാണ്. അത് A/√2 ആവുന്നത് എങ്ങനെയെന്ന് പറഞ്ഞിരുന്നു. ഞാനിപ്പോ നിങ്ങൾ ശ്രദ്ധ ക്ഷണിക്കുന്നത് ഇങ്ങോട്ടാണ്. ഒരിക്കലും നിങ്ങൾ ഇതിലിങ്ങനെ L² = √(h² + A/2)², H = √(l²-) A/2)², A/2 = √(h² - h²) അങ്ങനെ കാണാതെ പഠിക്കരുത്. എന്താ നമ്മൾ പഠിക്കേണ്ടത്? ഈ ട്രയാങ്കിളിന്റെ ഷേപ്പ് അത് പഠിച്ചു വെച്ചാൽ മതി. ട്രയാങ്കിളിന്റെ ഷേപ്പ് അറിഞ്ഞിരിക്കുക, L-ഉം H-ഉം A/2. ദാറ്റ്സ് ഓൾ. പിന്നെ പൈതഗോറസ് അപ്ലൈ ചെയ്താൽ മതി. എന്ന് L-ഉം H-ഉം തരുമ്പോൾ A/2 കണ്ടുപിടിക്കാൻ പണി ഉണ്ടാവും, A/2 വെച്ച് തന്നാൽ L കണ്ടുപിടിക്കാൻ പണി ഉണ്ടാവും. നമ്പർ ഇട്ട് വെച്ചാൽ മതി, പിന്നെ മറ്റത് കണ്ടുപിടിച്ചാൽ മതി. അപ്പൊ ഈ ഷേപ്പ് പഠിച്ചു വെക്കാൻ വേണ്ടി നിങ്ങളോട് ഒരു കാര്യം പറയാണ്. ഈ ലാറ്ററൽ എഡ്ജ് ഉണ്ടെങ്കിൽ അത് നോക്ക് കർണമായിട്ട് നിൽക്കുന്നു, ഹൈപ്പോട്ടനസ് ആയിട്ട് നിൽക്കുന്നു. ഈ പാർശ്വവക്ക് ലാറ്ററൽ എഡ്ജ് ഉണ്ടെങ്കിൽ അത് കർണായിട്ടാണ് നിൽക്കുന്നത്. ഇവിടെ ഈ ഇല്ലാത്തതുകൊണ്ട് L ഇവിടെ ഇരുന്നാണ്. ഇനി നോക്കുക, H ഉണ്ടെങ്കിൽ അത് ഹൈറ്റ് ആണ്, ഉയരം, അതേ ലംബം, ഓൾട്ടിറ്റ്യൂഡ് എന്നൊക്കെ പറയും. H ഇല്ലാത്തതുകൊണ്ടാണ് അവിടെ L വന്നത്. പിന്നെ അടിയിലത് പിന്നെ എപ്പോഴും എക്ക് റിസർവ് ചെയ്തതാണ്, A/2, A/2. പിന്നെ ലാസ്റ്റത്തെ വെറൈറ്റിയാണ് A/√2.
അല്ലെങ്കിൽ നമുക്ക് ഇതിന്റെ ഷേപ്പ് നല്ല വിഷ്വലൈസ് ചെയ്യേണ്ട ഏറ്റവും കൂടുതൽ വിഷ്വലൈസ് ചെയ്യേണ്ട ഒരു ചാപ്റ്ററാണത്. വിഷ്വലൈസ് ചെയ്യാൻ പറ്റിയാൽ ഈ ഷേപ്പ് നമ്മളെ മനസ്സിലുണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് നിങ്ങൾ ഇങ്ങനെ സങ്കല്പിച്ച് നോക്കിയാൽ മതി. HL/A/2 ആ പിരമിഡിന്റെ അല്ലെ, അത് അങ്ങനെ വിഷ്വലൈസ് ചെയ്യാണ് ഏറ്റവും ബെറ്റർ. അങ്ങനെ തന്നെയാണ് വേണ്ടത്, മനസ്സിലാക്കിയാണ് ചെയ്യേണ്ടത്. ഇനി എന്തെങ്കിലും പ്രയാസം ഉണ്ടെങ്കിൽ എല്ലാ ഇക്വേഷനും കൂടെ കാണാൻ പഠിച്ചു വെക്കുന്നു വേണ്ട. ഇതാ ഈ ഷേപ്പുകൾ നിങ്ങളെ മനസ്സിലുണ്ടായാൽ മതി. H ഉം E യും ഒന്ന് അടിയിൽ A/2 ഉണ്ടാവും, A/√2 ഉണ്ടാവും. E യും L ഉം ഇങ്ങനെ വരുന്നുണ്ട്, ഈ പുറത്തുള്ള ഈ ട്രയാങ്കിൾ ആണ് എന്ന് മനസ്സിലാക്കി വെക്കുക. എന്നപോലെ കോണ് വൃത്തസ്തൂപിക നോക്ക്, ഇവിടെ ബേസ് ഏരിയ A², വൃത്തസ്തൂപിക അടിയിൽ വൃത്തം സർക്കിൾ ആകുമ്പോൾ ബേസ് ഏരിയ πr² ആവണല്ലോ. 2AL പോലെ πRL, 2 ഒരു നമ്പർ, π ഒരു നമ്പർ, πRL. അപ്പൊ ടോട്ടൽ സർഫസ് ഏരിയ രണ്ടും കൂടെ ആയിട്ട് കാണി. അപ്പൊ ഒരു 2AL ഇവിടെ ഉണ്ട്, ഇവിടെ ഒരു πRL ഉണ്ട്. വേറെ എന്തെങ്കിലും ഉണ്ടോ ഇതിൽ? ഇല്ലേ. പിന്നെ സിലിണ്ടറിന്റെ πr²h ഒരു 1/3 πr²h. നോക്ക്, അത്രയാണ് അതിലെ ഇക്വേഷൻസ് ഉള്ളത്. അതിലെ എക്സ്പ്രഷൻസ് കണ്ടുപിടിക്കാനുള്ള ഏരിയകളും വോളിയം കണ്ടുപിടിക്കാനുള്ള എക്സ്പ്രഷൻസ് ആണ്. ഇനി ഇവിടെ ഏറ്റവും ശ്രദ്ധിക്കേണ്ട കോണിലെ മിക്ക വർഷങ്ങളിലും വരുന്ന, കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ വന്നൊരു ക്വസ്റ്റ്യൻ ആണ്, റേഡിയസ് ഓഫ് ദി സെക്ടർ വെച്ചിട്ട് എന്ത് സെക്ടർ അടാ ഈ കോൺ ഉണ്ടാക്കിയ സെക്ടർ കണ്ടോ, ഉണ്ടാവുന്നത് കണ്ടോ നിങ്ങൾ? ഒരു സെക്ടർ വൃത്താംശം അതിങ്ങനെ ചുരുട്ടിയിട്ടാണ്, കടലൊക്കെ പൊതിയുന്ന പോലെ ചുരുട്ടിയിട്ടാണ് കോൺ ഉണ്ടാക്കുക. ഇതാ ഈ കോൺ ഉണ്ടാക്കാൻ ഉപയോഗിച്ച സെക്ടർ വൃത്താംശത്തിന്റെ സെൻട്രൽ ആംഗിൾ, അവിടെയുള്ള ആംഗിൾ X ഡിഗ്രി ആണെങ്കിൽ നമുക്ക് വൃത്താംശത്തിന്റെ ആരം എന്ന് പറഞ്ഞാൽ എന്താ? വൃത്താംശത്തിന്റെ ആരം എന്ന് പറഞ്ഞാൽ വൃത്താംശം ഏത് വൃത്തത്തിൽ നിന്നാണോ കട്ട് ചെയ്തെടുത്തത് എന്ന് പറഞ്ഞാൽ സെക്ടറിന്റെ ആരം. സെക്ടറിന്റെ റേഡിയസ് എന്ന് പറഞ്ഞാൽ സെക്ടർ ഏത് റേഡിയസ് നിന്നാണോ കട്ട് ചെയ്തെടുത്തത് അതാണ് അതിന്റെ ആരം. ഈ സെക്ടറിന്റെ വൃത്താംശത്തിന്റെ ആരം ഈ സൈഡിലെ ഈ ലെങ്ത് ആണ്. ഈ സെക്ടറിന്റെ റേഡിയസ് ആരം, വൃത്താംശത്തിന്റെ ആരം എന്താ? ഇതാണ്, ഈ ഹൈറ്റ് ആണ്. ഈ ഹൈറ്റ് എന്താ? ഇവിടെ എല്ലായിട്ട് വരികയാണ്, L. അപ്പൊ ഒരു കാര്യം ശ്രദ്ധിക്കണം, നമ്മള് കോണ് അല്ലെങ്കിൽ വൃത്തസ്തൂപികം ഉണ്ടാക്കാൻ ഉപയോഗിച്ച വൃത്താംശം സെക്ടറിന്റെ റേഡിയസ്, വൃത്താംശത്തിന്റെ റേഡിയസ് അത് സ്ലാന്റ് ഹൈറ്റ് ആണ്. സ്ലാന്റ് ഹൈറ്റ് എന്ന് പറഞ്ഞാൽ ചെരിവുയരം, പാർശ്വോന്നതി എന്നൊക്കെ പറയലുണ്ട്, ചെരിവുയരം എന്ന് പറയലുണ്ട്. അപ്പോൾ റേഡിയസ് ഓഫ് ദി സെക്ടർ സ്ലാന്റ് ഹൈറ്റ് എന്ന് മനസ്സിൽ വേണം. സെക്ടർ ഉണ്ടാക്കാൻ ഉപയോഗിച്ച സെക്ടറിന്റെ റേഡിയസ് സ്ലാന്റ് ഹൈറ്റ് ആയിട്ട് വരുന്നുണ്ട്. റേഡിയസും ഇതെന്ത് റേഡിയസ് ആണ്? ബേസ് റേഡിയസ് ആണ്, ഇതിന്റെ അടിയിലുള്ളതാണ്. ഉണ്ടായി വരുമ്പോൾ അടിയിൽ ഒരു സർക്കിളിന്റെ റേഡിയസ് ആണ്, വൃത്തത്തിന്റെ റേഡിയസ് ആണ്. ആ ബേസ് റേഡിയസും സ്ലാന്റ് ഹൈറ്റ്, അതായത് റേഡിയസ് ഓഫ് ദി സെക്ടറും സെൻട്രൽ ആംഗിളും തമ്മിൽ ഒരു കണക്ഷൻ ഉണ്ട്. വളരെ സിമ്പിൾ ആയി കിട്ടുന്നതാണ്, ഇപ്പൊ അത് പറയുന്നില്ല, ഇന്നലെ നമ്മളതൊക്കെ പറഞ്ഞ തമ്മിലുള്ള ഒരു കണക്ഷൻ ഉണ്ട്. R/x/360. പിന്നെ ഇവിടെ ആകെ ഒരു പൈതഗോറസ് ഉള്ളത്, മാറിപ്പോകില്ല. ഇവിടെ R/2 എന്നിടരുത്, ഇവിടെ A/2 ഇട്ടത് ഇങ്ങനെ ഓർമ്മിച്ചിട്ട് R/2 ഇടരുത്, 6 ആണ്. ഇത്രയും പഠിച്ചു കഴിഞ്ഞാൽ ഈ ചാപ്റ്ററിലെ സോളിഡ്സിലെ ഒരു 70% ആയി, ഇക്വേഷൻസ് ഒക്കെ ആയി. പിന്നെ കുറെ ഇക്വേഷൻ ആയി തോന്നലപ്പോഴാണ് നിങ്ങൾ ഇവിടെ L = H = A/A = എന്ന് എഴുതി വെക്കുമ്പോഴാണ് ഓരോന്നിനും എഴുതുമ്പോൾ തന്നെ 9 ഇക്വേഷൻ ആയി. എന്തിനതിന്റെ ആവശ്യം? ഒരു ആവശ്യമില്ല. നമുക്ക് ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ നോക്കാം. ഇനി ഇതിലുള്ളത് നമുക്കറിയാം സ്ഫിയറും ഹെമിസ്ഫിയറും ആണ്, അതായത് ഗോളവും അർദ്ധഗോളവും. അതും കൂടെ ഒന്ന് പറഞ്ഞിട്ട് നമുക്ക് നേരെ ക്വസ്റ്റ്യനിലേക്ക് പോവാം. ആദ്യം സ്ഫിയർ. സ്ഫിയർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഗോളം. മലയാളത്തിൽ ഗോളം, പന്ത് എന്ന് വിചാരിച്ചാൽ മതി. പന്ത്, ബോൾ. അപ്പൊ ഇതൊരു ബോളാണേ, സർക്കിളല്ല, ബോളാണ്. ബോളാക്കാം. ബോളായി കാണാൻ വേണ്ടി ചെയ്തതാണ്. ഓക്കെ, ആകെ ഒരു മെഷർമെന്റ് ഇതിനുള്ളൂ, ആകെ ഒരു അളവുള്ളൂ ഇതിന്. എന്താണത്? ഇത് നമ്മള് ഭൂഗോളാണെങ്കിൽ ക്രസ്റ്റ്, മാന്റില്, കോറ്, അകക്കാമ്പ് അല്ലെ, അതിനുള്ളിലുള്ള സെൻട്രൽ ഗ്രാവിറ്റി ഒക്കെ 0 ആയ പോയിന്റ് ഉണ്ടല്ലോ, അവിടുന്ന് പുറത്തേക്ക്
ഉപരിതലത്തിലേക്ക് ഉള്ള ഡിസ്റ്റൻസ്, അത് ആരം, റേഡിയസ്, അത് മാത്രമേ ഇതിനുള്ളൂ. ആകെ എന്തളവാണ്? ഇതൊരു തണ്ണിമത്തനാണെന്ന് വിചാരിക്കുക. ഈ പുറത്തുള്ള ഈ പച്ച പാർട്ട്, പരന്ന പ്രതലം, പരന്നത് പറഞ്ഞാൽ ഉരുണ്ടെന്ന് പറയരുത് കേട്ടോ. എനിവേ ആ ഭാഗം സർഫസ് ഏരിയ എന്ന് പറയാം. ഉപരിതല വിസ്തീർണം എന്നാണ് സർഫസ് ഏരിയ. ഇവിടെ നമുക്ക് LSAക്ക് പകരം നേരത്തെ CSA വന്നു അല്ലെ. LSA, ഇതിന്റെ LSA ആണ് CSA. ഞാൻ വിട്ടുപോയതാണ്. വൃത്തസ്തുതിയുടെ LSA തന്നെയാണ് CSA. എന്താ? വക്രതയുള്ളത്, കർവ്ഡ് സർഫസ് ഏരിയ അല്ലെ. ഒരു വക്രത, ഒരു പരന്നിട്ടല്ലല്ലോ, അങ്ങനെ ഒരു വക്രത ഉള്ളതാണ് ഇതിന്റെ പുറം ഭാഗത്തുള്ള ഏരിയ. അതുകൊണ്ടാണ് CSA. അതേസമയം ബേസ് പരന്നിട്ടാണ്, ഫ്ലാറ്റ് ആണ്. ഇത് ഫ്ലാറ്റ് അല്ല, കർവ്ഡ്. അപ്പൊ LSAക്ക് ഒരു സ്പെഷ്യൽ പേര് വന്നതാണ് CSA. രണ്ടും ഒന്ന് തന്നെയാണെന്ന് മനസ്സിലാക്കുക. ഇവിടെ സർഫസ് ഏരിയയും വക്രത ഉള്ളതാണ്. പിന്നെ വേറൊരു ഏരിയകൾ ഇതിലൊന്നും ഇല്ലാത്തതുകൊണ്ട് സർഫസ് ഏരിയ എന്ന് തന്നെ പേരോട് നിൽക്കുകയാണ്. അപ്പൊ സർഫസ് ഏരിയ ഇവിടെ എന്താണ്? 4πr². യെസ്. വോളിയം, ഇതിനൊക്കെ തെളിവുണ്ട്. നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തിരുന്നു. വോളിയത്തിനും നമുക്ക് അതിന് തെളിവുകളൊക്കെ ഉണ്ട്, അതിന് പ്രൂഫൊക്കെ ഉണ്ട്. നമുക്ക് അതിന്റെ ആവശ്യമില്ല. 10ാം ക്ലാസ്സിലെ കുട്ടികളോട് അത് ചോദിക്കലില്ല. വോളിയം 4/3πr³. ഗോളം, സ്ഫിയർ ആകെ അത്രേ ഉള്ളൂ. ഈ രണ്ട് ഇക്വേഷൻ മാത്രം പഠിച്ചു വെച്ചാൽ. ഇനി അർദ്ധഗോളം, ഹെമിസ്ഫിയർ. ഹെമിസ്ഫിയർ, അർദ്ധഗോളം, സെമിസ്ഫിയർ ഓർ ഹെമിസ്ഫിയർ എന്നൊക്കെ പറയലുണ്ട്. ഒരു ചിരട്ട പകുതി മുറിച്ച അതിന്റെ ഒരു ഷേപ്പ് എന്ന് പറയാൻ പറ്റില്ല. പിന്നെ അതിന്റെ ഉള്ളില് സ്പേസ് ഇല്ല, നിറഞ്ഞിട്ട് തന്നെ ഒരു തണ്ണിമത്തെ നേരെ പകുതി മുറിച്ചത് അല്ലെ. അതാണ് ഹെമിസ്ഫിയർ. അപ്പൊ എങ്ങനെ വരിക? ഹെമിസ്ഫിയർ ആണ്. അപ്പൊ നോക്കൂ, ഇതാ ഈ റെഡ് പാർട്ട്, ഒരു തണ്ണിമത്തം മുറിച്ചതാണ്. അപ്പൊ റെഡ് പാർട്ട് വന്നിട്ടുണ്ട് ഇവിടെ, എക്സ്ട്രാ റെഡ് പാർട്ട്. പുറത്ത് ഭാഗത്തുള്ള എന്താണ്? അത് പച്ച അല്ലെ, ഗ്രീൻ പാർട്ട് തണ്ണിമത്തിന്റെ. എന്തായാലും നമുക്ക് നോക്കാം ഇവിടെ എന്തൊക്കെ അളവുണ്ട്. ആകെ ഒരു അളവേ ഉള്ളൂ, ഈ റേഡിയസ്. ഇത് തന്നെയല്ലേ മുകളിലേക്കും വരിക, അതും റേഡിയസ്, ഒക്കെ റേഡിയസാണ് അല്ലെ. ഷേപ്പ് കൃത്യമായിട്ട് നോക്കാം, ലോജിക്ക് വേണം. അത് ചെറുതല്ല കേട്ടോ, അതും റേഡിയസ്. അത് രണ്ടും ഒരേ അളവാ അല്ലെ, ചെരിഞ്ഞിങ്ങനെ തോന്നുകയാണ്. യെസ്. അപ്പോ ഇവിടെ എന്തൊക്കെ ഏരിയ വന്നു? ബേസ് വന്നു. ഇതിങ്ങനെ പരത്തി വെച്ചാൽ ഒരു ബേസ് ഉണ്ട്, ഒരു പാദമുണ്ട്. അപ്പൊ ബേസ് ഏരിയ ഉണ്ട് ഇവിടെ. ബേസിന്റെ ഷേപ്പ് എന്താ? ഒരു സർക്കിൾ ആണ്, πr². ഇനി വേറൊരു ഏരിയ ഉണ്ട്, അത് വക്രത ഉള്ളതാണ്. അപ്പൊ നമുക്ക് അതിന് CSA എന്ന് വിളിക്കാം, കർവ്ഡ് സർഫസ് ഏരിയ, അല്ലെങ്കിൽ വക്രതല വിസ്തീർണം എന്ന് വിളിക്കാം. വക്രതല വിസ്തീർണം എന്ന് പറഞ്ഞാൽ ഇതിന്റെ വക്രതല വിസ്തീർണം അല്ലെങ്കിൽ സർഫസ് ഏരിയ എത്രയായിരുന്നു? പച്ച പാർട്ട് 4πr². അതിന് നേരെ പകുതിയാണ് ഇവിടെ ഉള്ളത്. അപ്പൊ 2πr². അപ്പൊ പിന്നെ രണ്ട് ഏരിയ വന്നതുകൊണ്ട് ടോട്ടൽ സർഫസ് ഏരിയ വന്നിട്ടുണ്ട്. കാരണം ഈ രണ്ടും കൂടി കൂട്ടിയാൽ എത്രയാണ്? 1πr², 2πr². ഒരു തേങ്ങയും 2 തേങ്ങയും 3 തേങ്ങ അല്ലെ. ഒബ്ജക്റ്റുകളായിട്ട് വിചാരിച്ചാൽ മതി. ഒരു ബുക്ക് 2 ബുക്ക് അല്ലെ. πr² എക്സും y ഒക്കെ വരുമ്പോൾ നമ്മൾ എന്തെങ്കിലും ഒബ്ജക്റ്റ് ആണെന്ന് വിചാരിച്ചാൽ മതി. ഓക്കെ. അപ്പൊ ഇവിടെ നമുക്ക് ഏരിയ തന്നെ 3 വരുന്നുണ്ട്. കാര്യമൊന്നും അതിലില്ല. 4πr² പകുതി ഉണ്ട്. പിന്നെ അടിയിൽ ഒരു ചോപ്പ് പാർട്ട് കൂടി, അത് πr² ആയി. പിന്നെ രണ്ടും കൂടെ കൂട്ടിയാൽ 3πr². വോളിയം എന്ന് പറഞ്ഞാൽ എന്താ? ഈ തണ്ണിമത്തന്റെ പച്ചയും ചുവപ്പും ഉള്ളിലുള്ള എല്ലാ കണ്ടന്റും കൂടി അടങ്ങിയ സ്പേസ് വോളിയം. ആ കണ്ടന്റ് ഫുൾ, അതിനുള്ളിൽ ഈ കാറ്റ്, എയർ ഉണ്ടെങ്കിൽ അതും കൂടിയതാണ്. അതാണ് 4/3πr³. അതിന് നേരെ പകുതിയാണത് അല്ലെ. നമ്മൾ ഇത്രയും തണ്ണിമത്തിന് പകരം നേരെ പകുതി വെട്ടിയ പകുതിയാ കിട്ടുക. അപ്പൊ 4/3യുടെ പകുതി എന്താ അല്ലെ? 40/4ന്റെ പകുതി എന്താ? 40/4ന്റെ പകുതി 20/4 ആണ് അല്ലെ. 40/4 പറഞ്ഞാൽ 10 ആണല്ലോ. 20/4 5. ഇതിന്റെ പകുതി. ഇനി ഒരാള് പകുതിയല്ലേ എന്ന് വിചാരിച്ചിട്ട് 40ന്റെയും പകുതിയാക്കി, 4ന്റെയും പകുതിയാക്കി. അപ്പൊ മാറ്റല്ലേ, 20 പേരുണ്ട്. 40/4ന്റെ പകുതി 2 സ്ഥലത്തും പകുതിയാക്കിയാൽ പിന്നെ ഫുള്ള് 10 തന്നെ വന്നു. അങ്ങനെയല്ല, ന്യൂമറേച്ചർ മാത്രം പകുതിയാക്കിയാലാണ് പകുതിയാവുക. അപ്പൊ 4/3πr³ പകുതി 2/3πr³. ഇത്രയേ ഉള്ളൂ ഹെമിസ്ഫിയർ. സോളിഡ്സിലെ ഫുൾ ഇക്വേഷൻസ്, പഠിക്കാനുള്ള എല്ലാ എക്സ്പ്രഷൻസും തീർന്നു. അത്രയും സിമ്പിളാണ്. ഓക്കെ. ഇനി നമുക്ക് ക്വസ്റ്റ്യൻസ് ചെയ്ത് നോക്കാം. ക്വസ്റ്റ്യൻസ് ചെയിനായിട്ട് എങ്ങനെ ചെയ്യാം, ഓരോന്നോരോന്നും ഇങ്ങനെ ഇങ്ങോട്ട് ചെയ്ത് നോക്കാം.
വളരെ സിമ്പിളായ ഡയറക്റ്റ് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഓരോന്നും ഞാൻ ഒറ്റ ക്വസ്റ്റ്യനെ ചെയ്യുള്ളൂ. ഓരോ ടൈപ്പുകളും ഒരു ക്വസ്റ്റ്യൻ മാത്രം ചെയ്യാം. കാരണം കുറേ ചെയ്തിട്ട് നമുക്ക് വീഡിയോ ലെങ്ത് കൂട്ടിയിട്ട് കാര്യമില്ല. ഇപ്പൊ ക്വസ്റ്റ്യൻ ഇതാണ്. ഞാൻ ഈ ക്വസ്റ്റ്യൻ പറയുന്നുള്ളൂ, നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കും. വേണ്ടവർ പേപ്പറൊക്കെ എടുത്ത് ഇങ്ങനെ എഴുതിക്കൊണ്ടാണ് ചെയ്യുക. പൗസ് ചെയ്തിട്ട് ചെയ്യാൻ പറ്റും. ഞാനിവിടെ പിന്നെ ആൻസർ ചെയ്യുമ്പോൾ അതിൽ തന്ന അളവുകളൊക്കെ എഴുതും. എന്താണ് ക്വസ്റ്റ്യൻ? അത് സ്ക്വയർ പിരമിഡ് തുടങ്ങാം. ഫൈൻഡ് ദി വോളിയം ഓഫ് എ സ്ക്വയർ പിരമിഡ് വിത്ത് ബേസ് എഡ്ജ് 5 ആൻഡ് ഹൈറ്റ് 7 സെന്റിമീറ്റേഴ്സ്. ഹൈറ്റ് 7 പാദവക്ക് 5 ഉള്ള ഒരു സമചതുര സ്തൂപികയുടെ വ്യാപ്തം കണ്ടുപിടിക്കുക എന്നാണ്. അപ്പൊ എന്തൊക്കെ തന്നത്? പാദവക്ക് തന്നു 5 ആയിരുന്നു അല്ലെ. ഹൈറ്റ് ഉയരം 7 സെന്റിമീറ്റർ. വ്യാപ്തത്തിന്റെ ഇക്വേഷൻ 1/3 a സ്ക്വയർ h. വളരെ സിമ്പിൾ. 1/3 ഉണ്ട് a സ്ക്വയർ, 5 സ്ക്വയർ ഉണ്ട്, h7 ഉണ്ട്. ഒന്ന് ഗുണിക്കുക. 1 × 25 × 7. 7 എത്രയാണ്? 175/3 സെന്റിമീറ്റർ ക്യൂബ്. കട്ട് ചെയ്യാൻ ഇണ്ടിയും കട്ട് ചെയ്താൽ മതി, വെറുതെ കട്ട് ചെയ്യണമെന്നില്ല. 175 കട്ട് ചെയ്യാൻ പറ്റുമോ? 1 7 8 5 13 3 പോവില്ല. ഇനി കട്ട് ചെയ്യാൻ പറ്റില്ല. അപ്പൊ ഇങ്ങനെ എഴുതി വെച്ചാൽ മതി. കട്ട് ചെയ്യാൻ പറ്റിയതാണ് ചെയ്യാം. ഇനിയിപ്പോ ഇത് തന്നെ ഫ്രാക്ഷൻ ആക്കി എഴുതിച്ചാൽ കുഴപ്പമൊന്നുമില്ല. കട്ട് ചെയ്യൽ എങ്ങനെയാണ് അതൊക്കെ സിമ്പിളായി കട്ട് ചെയ്യാനും മനക്കണക്കൊക്കെ നന്നായിട്ട് പഠിക്കണം. എന്നാലും നല്ല സ്പീഡ് കിട്ടുള്ളൂ. 17 5 ഉണ്ട്. 5 3 ആണ് 15. 2 ബാക്കി. 25 എത്രയുണ്ട്? 8 ഉണ്ട്. ഇനി ബാക്കി 1 ഉണ്ട്. 1/3 3/3 എന്ന് പറയാം. ഇങ്ങനെ എഴുതണം നിർബന്ധമല്ല കേട്ടോ. ഫ്രാക്ഷൻ ആവുന്നത് പറഞ്ഞാൽ മാത്രം ചെയ്യേണ്ട ആവശ്യമുള്ളൂ. അപ്പോ എത്രയാവുന്നത്? 125/3 48.33 വരിക. ഓക്കെ. അപ്പൊ അത് ഏറ്റവും സിമ്പിൾ ആയ ഒരു ക്വസ്റ്റൻ ആയിരുന്നു തന്നത്. അങ്ങനെ വോളിയം, സർഫസ് ഏരിയ ഒക്കെ ഡയറക്റ്റ് ഇങ്ങനെ ചോദിച്ചേക്കാം. പക്ഷെ ഏറ്റവും കൂടുതൽ ചോദിക്കൽ ഇങ്ങനെ ഡയറക്റ്റ് അല്ല. എന്തായാലും നമുക്ക് സിമ്പിൾ ക്വസ്റ്റൻ ഉണ്ടാവും, ഒന്നൊക്കെ ഉണ്ടാവും. യെസ്. ക്വസ്റ്റ്യൻ, അടുത്ത ക്വസ്റ്റ്യൻ എങ്ങനെയാണ്? ഫൈൻഡ് ദി വോളിയം ഓഫ് എ സ്ക്വയർ പിരമിഡ് വിത്ത് ബേസ് എഡ്ജ് 6 യൂണിറ്റ്സ് ആൻഡ് സ്ലാൻ ഹൈറ്റ് 5 യൂണിറ്റ്സ്. എന്ന് പറഞ്ഞാൽ സ്ലാൻ ഹൈറ്റ് ചെരിവ് ഉയരം 10 സെന്റിമീറ്ററും പാദവക്ക് ചെരിവ് ഉയരം 5 സെന്റിമീറ്ററും പാദവക്ക് 6 സെന്റിമീറ്ററുമായ ഒരു സമചതുര സ്തൂപികയുടെ വ്യാപ്തം കണ്ടുപിടിക്കാനാണ്. അപ്പൊ വ്യാപ്തം കാണാൻ വേണ്ടി പോയപ്പോ നമുക്ക് 1/3 a സ്ക്വയർ h ആണ്. പഠിച്ചോനെ h ഇല്ല. അപ്പോഴാണ് നമ്മൾ മറ്റാളെ വിളിക്കുക. ആരെ? ട്രയാങ്കിളിനെ. h ഇല്ലല്ലേ, ഇല്ലാത്ത ആള് h ആണ്. അപ്പൊ നമ്മളിവിടെ h ഇങ്ങനെ എഴുതി വെക്കുക. ഇനി ഇങ്ങനെ എടുത്തു നോക്കാം. എല്ലും എയും എച്ചും എവിടെ ഫിറ്റ് ചെയ്യും? പണ്ടേ പറഞ്ഞതാണ് h ഉണ്ടെങ്കിൽ ഇവിടെയാണ് ആള്. ഈ ഉണ്ടോ? ഇല്ല. ഈ ഇല്ലെങ്കിൽ പിന്നെ എല്ലായിരിക്കും ഇവിടെ. എച്ചും എല്ലും വരുന്നത് ലാസ്റ്റ് അല്ല. ലാസ്റ്റ് ട്രയാങ്കിൾ ഇയും എച്ചും ആണ്. അവിടെയാണ് a/√2. ഇവിടെ എന്തായാലും a/2 ആണ് അല്ലെ. ഇതിനകത്ത് നമുക്ക് h കണ്ടുപിടിക്കാം. ഇവിടെ h കണ്ടുപിടിക്കാൻ നിങ്ങൾ അധികം ടെൻഷൻ ആവേണ്ട ആവശ്യമില്ല. 5 എന്നിട്ടാ മതി. h ഇവിടെ ഇല്ലല്ലോ. ഓക്കെ. a/2. എക്ക് 6 ആണ്. a/2 എന്താ? 3. കണ്ട് പരിചയിച്ചതാണ്. 5 3 വന്നാൽ h 4 ആയിരിക്കും ഉറപ്പാ. 4 എന്ന് എഴുതിയാൽ മതി. നോ പ്രോബ്ലം. ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ ഇവിടെ h = ചെയ്യൽ എങ്ങനെയാണ്? എങ്ങനെ? പൈതഗോറസ് എന്തായാലും അറിയണം. ഹൈപ്പോട്ടനസ് സ്ക്വയർ = ബേസ് സ്ക്വയർ പ്ലസ് ആൾട്ടിറ്റ്യൂഡ് സ്ക്വയർ. അല്ലേ? ഇവിടെ ഈ സ്ക്വയർ ഇങ്ങനെ ഒഴിവാക്കിയാൽ ഇവിടെ റൂട്ട് ഇങ്ങനെ വരും. റൂട്ട് വരും അല്ലെ. ഇനി ഇത് മാത്രം അറിഞ്ഞിരുന്നാലും മതിയെന്ന് എന്നൊക്കെ എഴുതി കൂടെ. അതാണ് നോക്കാം. ഹൈപ്പോട്ടനസ് സ്ക്വയർ = 5 സ്ക്വയർ = ബേസ് സ്ക്വയർ പ്ലസ് ആൾട്ടിറ്റ്യൂഡ് സ്ക്വയർ. ഇതിനകത്ത് h കണ്ടെടുക്കാൻ വലിയ പണിയുണ്ടോ? 25 = 9 + h സ്ക്വയർ. h സ്ക്വയർ = 25 9 കുറച്ച് വരും 16 വരും. അപ്പൊ h എത്രയാണ്? 4. പ്ലസ് ഓർ മൈനസ് ഒന്നും വേണ്ട, നീളങ്ങളാണ്. ഒന്ന് കൊടുക്കുക. 1/3 a സ്ക്വയർ h. 3 സ്ക്വയർ ഈ 3 ഇങ്ങനെ കട്ട് ചെയ്യരുതേ. വെറൈറ്റി കട്ട് കണ്ടുപിടുത്തൊന്നും പാടില്ല. 3 സ്ക്വയർ 9 3/3 12 സെന്റിമീറ്റർ ക്യൂബ്. വോളിയത്തിന്റെ യൂണിറ്റ് ക്യൂബാണ്. നേരത്തെ ഞാൻ ക്യൂബിനെ ഇട്ട് തോന്നുന്നുണ്ട് അല്ലെ. ഓക്കെ, ക്യൂബാണ് വോളിയം. അപ്പൊ ഇങ്ങനെ സത്യം പറഞ്ഞാൽ നമുക്ക് ആ പൈതഗോറസ് അപ്ലൈ ചെയ്യാനുള്ളതും കൂടെ വരുന്നുണ്ട് എന്ന് പറയാം. ഇങ്ങനെയുള്ള അങ്ങനെ തിരിച്ചും മറിച്ചും ഒക്കെ. ചിലപ്പോൾ എല്ല് തരും, h തരും, a/2 കണ്ടുപിടിക്കേണ്ടി വരും. അങ്ങനെ അപ്പൊ സിമ്പിൾ ആണ്. അപ്പൊ ഇതേ മെത്തേഡ് തന്നെയാണ് അതിലൊക്കെ ചെയ്യേണ്ടി വരിക.
അപ്പൊ ഇനി സ്ലാങ് ചിലപ്പോൾ ചോദിക്കുന്ന സർഫസ് ഏരിയ ആയിരിക്കും, അങ്ങനെയൊക്കെ ഉണ്ടാവും. അപ്പൊ ഇനി ഇതിലൊരു മാക്സിമം ക്വസ്റ്റ്യൻ നമുക്ക് കണ്ട് ചെയ്ത് നോക്കാം. ഇതിലൊരു മാക്സിമം ക്വസ്റ്റ്യൻ അടുത്ത ക്വസ്റ്റ്യൻ പറയാണ്. ഒരു സമചതുര സ്തൂപികയുടെ ഉപരിതല വിസ്തീർണം, ആകെ ഉപരിതല വിസ്തീർണം 360 cm² ആണ്. പാദ വിസ്തീർണം, പാദപരപ്പളവ് 100 cm² ആണ്. വ്യാപ്തം കാണുക. The total surface area of a square pyramid is 360 cm² and its base area is 100 cm². Find its volume. അപ്പോൾ എന്തൊക്കെ തന്നത്? ബേസ് ഏരിയ 100 cm², ടോട്ടൽ സർഫസ് ഏരിയ എന്ന് പറയുമ്പോൾ a² + 2al, ആകെ ഉപരിതല വിസ്തീർണം 360. വോളിയം കണ്ടുപിടിക്കണം അല്ലെ? മാക്സിമം. ഇപ്പൊ ഇതിൽ പലതും തിരിച്ചും മറിച്ചും തന്നിട്ട് ഇങ്ങനെയൊക്കെയാണ് ചോദിക്കുക. അപ്പൊ നമുക്ക് വോളിയത്തിന് എന്തൊക്കെ വേണ്ടി വരും, വോളിയത്തിന് എന്തൊക്കെ വേണം എന്ന് ആദ്യം അറിയണം. a²h 1/3 a²h ആണ്. h വേണം. a എവിടെ നിന്ന് കിട്ടുന്നുണ്ട്? a² 100 ആയതുകൊണ്ട് a എന്താണ്? √100 10 cm ആണ്. 10 cm. ഇനി a² + 2al ആണ് 360. a² 100 ആണ്, അല്ലെങ്കിൽ a ക്ക് 10 കൊടുത്താൽ 10² 100 + 2 × 10 × l 360. പ്ലസ് വേർതിരിഞ്ഞ് നിൽക്കുന്ന അങ്ങോട്ട് ആദ്യം കൊണ്ടുപോകണേ. അപ്പോ 20l = 360 - 100 260 ആവും. അപ്പൊ l = 13 അല്ലെ? l 13 cm. എടാ എൽ ഉണ്ട്, എ ഉണ്ട്. അപ്പൊ നമുക്ക് സിമ്പിൾ ആയിട്ട് എന്ത് ചെയ്യാം? h കണ്ടുപിടിക്കാം. എൽ ഇവിടെ 13 ഉണ്ട്. എല്ലാണല്ലത്. എച്ചും എല്ലും എ ആണെങ്കിൽ ഇങ്ങനെയുണ്ട് വരിക. എ 10 ആണെങ്കിൽ a/2 5 ആണല്ലോ. നേരത്തെ പറഞ്ഞ പോലെ ഹൈപ്പോട്ടനസ് സ്ക്വയർ = ബേസ് സ്ക്വയർ + ആൾട്ടിറ്റ്യൂഡ് സ്ക്വയർ. അപ്പൊ h² = 169 25 144 ആണ്. അപ്പൊ h √144 12 എന്ന് കിട്ടി. വളരെ സിമ്പിൾ ആയിട്ട് വോളിയം കിട്ടി. 1/3 a²h 1/3 × 12² എന്തായിരുന്നു? 10². 10² × ഹൈറ്റ് 12. 3ഉം 12ഉം അങ്ങനെ കട്ട് ചെയ്യുമ്പോൾ 4 കട്ട് ചെയ്യുന്നത് ഇൻറ്റു ഉള്ളതുകൊണ്ടാണ്. ഇൻറ്റു ഉള്ള അത് ഒരു തമ്മിലും കട്ട് ചെയ്യാൻ പാടുള്ളൂ. ഇടയ്ക്കൊരു പ്ലസ് ഉണ്ട്, അങ്ങോട്ട് പോയി കട്ട് ചെയ്യരുത്. അറിയാലോ, 3 കട്ടായി പോയി. 400 400 cm³. അപ്പൊ മാക്സിമം ഇങ്ങനെയൊക്കെ വരും. ഇതുപോലെ നമുക്ക് എവിടെയും വരും, നമ്മുടെ സ്ക്വയർ കോണിലും വരും, അതായത് വൃത്തസ്തൂപികയിലും വരും. ഇതുപോലെയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ വരും. അപ്പൊ അവിടെയും പല ക്വസ്റ്റ്യൻസ്. ഇപ്പോൾ ഒരു ക്വസ്റ്റ്യൻ സാമ്പിളിന് വേണ്ടി മാത്രം അവിടെ ചെയ്യാം. ഒരു വൃത്തസ്തൂപികയുടെ പാദ പരപ്പളവ് 36 π cm², ഉയരം 8 cm ആണ്. ആകെ ഉപരിതല വിസ്തീർണം കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞാൽ ദി ബേസ് ഏരിയ ഓഫ് എ കോൺ ഈസ് 36 π cm². 36 π cm² and the height is 8 cm. Find its total surface area. Total surface area. ആ ടോട്ടൽ സർഫസ് ഏരിയയുടെ ഇക്വേഷൻ നമുക്കറിയാലോ. πr² + πrl ആണ് അല്ലെ? അപ്പോൾ ആറൊക്കെ അവിടെ നിന്ന് കിട്ടും. h ആണ് പിന്നെ ഉള്ളത്. എല്ല് വേണം. നോക്കാം നിങ്ങൾക്ക്. πr² ഇവിടെ ചെയ്യാം, അവിടെ ചെയ്യാം. എന്തായാലും ഇത് ഇമ്പോർട്ടന്റ് ആയ കണ്ടന്റ് ആണ്. നിങ്ങളത് വളരെ റഫായിട്ട് എഴുതി കളയരുത്. πr² 36 π ആണെങ്കിൽ പയ്യും കട്ടായി r² 36 ആകുമ്പോൾ 6 cm അല്ലെ? ഇനി നമുക്ക് വേണ്ട എന്താ? h അവിടെ ഓൾറെഡി ഉണ്ട്. ആറും h ആകെ ഒരു വൈദവർസ് ഉള്ളൂ. l h 6. 6 ഇവിടെ കിട്ടി 6. h 8 ഉണ്ട്. l എന്താ കണ്ടാൽ തന്നെ 10 ആണെന്ന് പറയാം. എന്നാലും ചെയ്ത് നോക്കാം. l² = 6² + 8². l² 100 അല്ലെ? 36 64 100. l = 10 cm. l = 10 cm. അപ്പോ ഈ നേരെ നമുക്ക് എന്ത് കണ്ടുപിടിക്കാൻ പറ്റും? ടോട്ടൽ സർഫസ് ഏരിയ കാണാൻ പറ്റും. TSA = πr² + πrl ഒന്നും കൂടെ വേണമെങ്കിൽ എഴുതാം. πrl πr² ഓൾറെഡി 36 π ഉള്ളതാണ്. എന്നാലും ശരി 6² + π × 6 × 10. സോ 36 π + 60 π അല്ലെ? 36 പൈക്കളും 60 പൈക്കളും കൂടെ 96 π cm². ഏരിയകളൊക്കെ cm². ബേസ് ഏരിയ, ലാറ്ററൽ സർഫസ് ഏരിയ, ടോട്ടൽ സർഫസ് ഏരിയ,
എനി ഏരിയ കർവ്ഡ് സർഫസ് ഏരിയ ഒക്കെ സെന്റിമീറ്റർ സ്ക്വയർ. ഇനി മീറ്ററിൽ തന്നാൽ മീറ്റർ സ്ക്വയർ, ഫീറ്റിൽ തന്നാൽ ഫീറ്റ് സ്ക്വയർ. വോളിയം ഓൾവേസ് സെന്റിമീറ്റർ ക്യൂബ്. ഫീറ്റ് ആണെങ്കിൽ ഫീറ്റ് ക്യൂബ്, മീറ്റർ ആണെങ്കിൽ മീറ്റർ ക്യൂബ് അല്ലെ. ലിറ്റർ എന്ന് പറയുമ്പോൾ വോളിയത്തിന്റെ യൂണിറ്റ് ആണ്. യെസ്, അപ്പൊ ഇതാണ് അതിന്റെ ഒരു ക്വസ്റ്റ്യൻ ആയിട്ടുള്ളത്. ഇനി ഇതുപോലെ ചിലപ്പോ ഇപ്പൊ സ്ഫിയറിൽ ഉണ്ടാവും. സ്ഫിയറിൽ എന്തെങ്കിലും കണ്ടെന്ന് തിരിച്ചു ചോദിക്കാത്തില്ല. ഡയറക്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് ചെയ്യേണ്ട ഒരു ആവശ്യമില്ലല്ലോ, സിമ്പിൾ ആണല്ലോ. യെസ്, സ്ഫിയറില് സർഫസ് ഏരിയ ഓഫ് എ സ്ഫിയർ ഈസ് 100 സെന്റിമീറ്റർ സ്ക്വയർ. ഫൈൻഡ് ഇറ്റ്സ് വോളിയം. ഒരു ഗോളത്തിന്റെ ആകെ ഉപരിതല വിസ്തീർണം 100 പൈ ആണ്. 100 പൈ. അതിന്റെ വ്യാപ്തം കണ്ടുപിടിക്കുക. വ്യാപ്തം കണ്ടുപിടിക്കാൻ 4/3 πr³ ആണ് വേണ്ടത്. ഇവിടെ നമുക്ക് 100 പൈ ആയതുകൊണ്ട് റേഡിയസ് കിട്ടും 100 π/4π. പൈ പൊതുമുതലൊക്കെ നശിപ്പിക്കാം അല്ലെ. പൊതുമുതൽ നശിപ്പിക്കൽ ഹരല്ലേ. 100 π/4 25. അപ്പൊ ആറ് എത്രയാണ്? √25 ആയി. 5 സെന്റിമീറ്റർ. ആകെ ഒരു റേഡിയസേ ഉള്ളൂ, അതങ്ങോട്ട് കൊടുത്താൽ മതി. പൈ × 5³ 4/3 × പൈ × 125. 5 × 5 × 5. കട്ട് ചെയ്യാൻ പറ്റുമെങ്കിൽ കട്ട് ചെയ്താൽ മതി. 4 125 എത്രയാണ്? 500 അല്ലെ. 500/3 പൈ സെന്റിമീറ്റർ ക്യൂബ്. നിങ്ങൾ ഈ പൈയുടെ വാല്യൂ കൊടുക്കരുത്. നമ്മൾ പ്രത്യേകം പരാമർശിച്ചിട്ടില്ലെങ്കിൽ ഇഫ് നോട്ട് മെൻഷൻഡ് പൈ √2 √3 ഒന്നും കൊടുക്കുക ചെയ്യരുത്. കാരണം ഈ പൈയോട് കൂടിയുള്ള ആൻസർ ആണ് അവരുടെ ആൻസർ കീയിൽ ഉണ്ടാവുക. ഇങ്ങനെ തന്നെ എഴുതിച്ചാൽ മതി. 100/3 പോലും ചെയ്യേണ്ട ആവശ്യം, 500/3 പോലും ചെയ്യേണ്ട. ഡിവൈഡ് ചെയ്യാൻ പറ്റിയതാണ് ചെയ്താൽ മതി. പിന്നെ വേറെ എന്തെങ്കിലും ആവശ്യം നമുക്ക് ഉള്ള ക്വസ്റ്റ്യൻ ആണെങ്കിൽ മാത്രം ചെയ്താൽ മതി. ഓക്കെ, അപ്പൊ ഇതാണ് സർഫസ് ഏരിയ തന്നിട്ട് വോളിയം കണ്ടുപിടിക്കാൻ പറഞ്ഞു. ഇനി ചില ട്രിക്കി ചില ക്വസ്റ്റ്യൻസ് നോക്കുക. അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കുക. A sphere of surface area 120 centimeter cube or 120 centimeter square is divided into 2 hemispheres. സോളിഡ് ആണ്. ഒന്നും പറഞ്ഞിട്ടില്ലെങ്കിൽ സോളിഡ് ആണ്. സോളിഡ് അല്ലെങ്കിൽ സോളിഡ് അല്ലാത്തത് എങ്ങനെയാണ്? ഇപ്പൊ ഒരു ബോള് സ്ഫിയറിന്റെ കേസ് എടുത്താൽ തണ്ണിമത്തൻ സോളിഡ് ആണ്. ഒരു ഫുട്ബോൾ സോളിഡ് അല്ല, ഉള്ളിൽ കാറ്റല്ലേ അല്ലെ. ഒരു പാത്രമാണെങ്കിൽ സോളിഡ് അല്ല. ഒരു കപ്പ് ഹെമിസ്ഫിയറിക്കൽ ഷേപ്പുള്ള കപ്പ് സോളിഡ് അല്ല. അല്ല സോളിഡ് പറയുമ്പോൾ മെറ്റൽ എന്നുള്ള അർത്ഥമൊന്നും ഇല്ല. ഓക്കെ, സോളിഡ് ആയതാണ്. ഒന്നും പറഞ്ഞില്ലെങ്കിൽ സോളിഡ് ആണ്. സോളിഡിന് വേണ്ടിയുള്ള ഇക്വേഷൻസ് ആണ് നമ്മൾ നോർമലി പഠിച്ചത്. വോളിയൊക്കെ പഠിക്കുമ്പോൾ ഈ സ്ഫിയറിന്റെ വോളിയൊക്കെ പഠിക്കുമ്പോഴേ സോളിഡ് ആയ സ്ഫിയറിന്റെ വോളിയാണ്. അപ്പൊ ഒന്നും പറഞ്ഞിട്ടില്ലെങ്കിൽ സോളിഡ് ആണ്. ചിലപ്പോൾ പ്രത്യേകം സ്പെസിഫൈ ചെയ്യും. ഹെമിസ്ഫെറിക്കൽ ബൗൾ എന്നൊക്കെ പറയും. ബൗള് അതായത് ഹെമിസ്ഫിയർ ഷേപ്പിലുള്ള പാത്രം. അപ്പോൾ അതിനുള്ളിൽ സോളിഡായ കണ്ടന്റ് ഇല്ല. ഇനി വെള്ളം ഒഴുക്കുമ്പോൾ ഉണ്ടാവും. എനിവേ, ഇപ്പൊ നമുക്ക് ക്വസ്റ്റ്യൻ, ഒരു സോളിഡായ സ്ഫിയർ 2 ഹെമിസ്ഫിയർ ആയിട്ട് കട്ട് ചെയ്തു. ആ സോളിഡായ സ്ഫിയറിന്റെ സർഫസ് ഏരിയ 120 സെന്റിമീറ്റർ സ്ക്വയർ ആയിരുന്നു എങ്കിൽ കട്ട് ചെയ്തെടുത്ത ഒരു ഹെമിസ്ഫിയറിന്റെ സർഫസ് ഏരിയ എന്തായിരിക്കും? അപ്പോ സർഫസ് ഏരിയ ഓഫ് സ്ഫിയർ അവർ തന്നിട്ടുണ്ട്. എന്താണത്? മലയാളത്തിൽ പറഞ്ഞാൽ ഒരു ഗോളം, ഒരു കട്ടിയായ ഗോളം 2 കഷ്ണാക്കി. ആദ്യം ഗോളത്തിന്റെ ഉപരിതല വിസ്തീർണം 120 സെന്റിമീറ്റർ സ്ക്വയർ ആയിരുന്നു. 2 കഷ്ണാക്കി 2 ഹെമിസ്ഫിയർ ആക്കിയതിൽ ഒരു ഹെമിസ്ഫിയറിന്റെ സർഫസ് ഏരിയ ഉപരിതല വിസ്തീർണം എന്താണ്? അപ്പോ സർഫസ് ഏരിയ ഓഫ് ദി സ്ഫിയർ അവർ തന്നത് 120 ആണ് സെന്റിമീറ്റർ സ്ക്വയർ അല്ലെ. അതായത് 4πr² ആണ് 120. ചില കുട്ടികൾ ഇത് ഇങ്ങനെ ചെയ്യും. ഇങ്ങനെ ഇതിന്റെ അകത്തുനിന്ന് റേഡിയസ് കണ്ടുപിടിക്കും. r² = 120/4π എന്ന് പറഞ്ഞാൽ 30/π. അപ്പൊ r √30/π. അപ്പോ സർഫസ് ഏരിയ, ടോട്ടൽ സർഫസ് ഏരിയ സർഫസ് ഏരിയ എന്ന് പറഞ്ഞാൽ ടോട്ടൽ സർഫസ് ഏരിയ. ലേറ്റർ സർഫസ് ഏരിയ, കർവ്ഡ് സർഫസ് ഏരിയ ഒക്കെ സ്പെസിഫൈ ചെയ്തിട്ട് പറയും. അതായത് വക്രതല വിസ്തീർണം, മറ്റു വിസ്തീർണങ്ങളൊക്കെ, അതായത് ഉപരിതല വിസ്തീർണത്തില് ടോട്ടൽ സർഫസ് ഏരിയ അല്ലെങ്കിൽ സർഫസ് ഏരിയ, മലയാളത്തിൽ പറഞ്ഞാൽ ആകെ ഉപരിതല വിസ്തീർണം അല്ലെങ്കിൽ വെറുതെ ഉപരിതല വിസ്തീർണം എന്ന് പറഞ്ഞു. അത് രണ്ടും ഒന്നാണ്. വക്രതല വിസ്തീർണം
പാർശ്വതല വിസ്തീർണമൊക്കെ സ്പെസിഫൈ ചെയ്തിട്ട് തന്നെ പറയും, പ്രത്യേകം എടുത്തു പറയും. ലേറ്റസ്റ്റ് സർഫസ് ഏരിയയും കർവ്ഡ് സർഫസ് ഏരിയ ഒക്കെ. വെറുതെ സർഫസ് ഏരിയ പറഞ്ഞാൽ ടോട്ടൽ സർഫസ് ഏരിയ. അപ്പൊ സർഫസ് ഏരിയ ഓഫ് ഹെമിസ്ഫിയർ റേഡിയസ് മാറ്റം ഉണ്ടാവില്ല, നമുക്കറിയാലോ. ഒരു ഗോളം 2 കഷ്ണമാക്കുമ്പോൾ റേഡിയസിന് മാറ്റമൊന്നുമില്ല. അപ്പോൾ അത് 3πr² ആണ്. ഇയാളുടെ റേഡിയസും ഹെമിസ്ഫിയറും ടോട്ടൽ സ്ഫിയറിന്റെ ഒക്കെ തന്നെ ആയിരുന്നു. അപ്പൊ 3 × π × റേഡിയസ് √30/π² എന്ന് കിട്ടി. റൂട്ടിന് സ്ക്വയർ വന്നാൽ കട്ടായി പോകും അല്ലെ, ഇങ്ങനെ കട്ടായി, ഇങ്ങനെ പയ്യും കട്ടായി 330 90 കിട്ടി. ഇങ്ങനെ ചെയ്തുകൊണ്ട് കുഴപ്പമൊന്നുമില്ല, വലിയൊരു കോംപ്ലിക്കേഷൻ ഒന്നും അല്ല, ചെയ്യുന്നതിന് യാതൊരു പ്രോബ്ലവും ഇല്ല. പക്ഷെ നിങ്ങൾ മനസ്സിലാക്കുക, നമുക്ക് ഇവിടെ തന്നത് 4πr² ആണ്, കണ്ടുപിടിക്കേണ്ടത് 3πr² ആണ്. പിന്നെ എന്തിന് റേഡിയസ് കാണാൻ പോയത്? വളരെ സിമ്പിൾ ആയിട്ട് അങ്ങോട്ട് πr² അങ്ങോട്ട് ചെയ്താൽ മതിയായിരുന്നല്ലോ. 120/4 എത്രയാണത്? 30. അപ്പൊ ഇവിടെയോ 3 × πr² 30 കൊടുക്കുക, 90 cm². ഓക്കെ. അപ്പൊ ഇങ്ങനെയുള്ള ചില സിമ്പിൾ കാര്യങ്ങളൊക്കെ അതിലുണ്ട്. ഇനി നമുക്കുള്ളത് റേഷ്യോ പ്രോബ്ലംസ്, അതുപോലെ ഡബിൾ ആവുക, അങ്ങനെയുള്ള പ്രോബ്ലംസ് ആണ്. നമുക്കൊന്ന് ചെയ്തു നോക്കാം. അപ്പോ അടുത്ത ക്വസ്റ്റിന് അതാ, ഒരു സ്ഫിയറിന്റെ ഗോളത്തിന്റെ റേഡിയസ് 3 ഇരട്ടിയായി. ചോദ്യം അതിന്റെ സർഫസ് ഏരിയ എത്ര ഇരട്ടിയാവും? ചോദ്യം അതിന്റെ വ്യാപ്തം വോളിയം എത്ര ഇരട്ടിയാവും? അപ്പൊ ഒരു സ്ഫിയറിന്റെ റേഡിയസ് ട്രിപ്പിളായി 3 ഇരട്ടിയായാൽ അതിന്റെ സർഫസ് ഏരിയ ഉപരിതല വിസ്തീർണ്ണം എത്ര ആവും? അതിന്റെ വോളിയം എത്രയാവുന്നല്ല, എത്ര ഇരട്ടിയാവും? ഓക്കെ. അപ്പൊ നമ്മൾ ആൻസർ നോക്കാം. റേഡിയസ് ഇത് ഓൾഡ് ന്യൂ എന്തായി? 3 ഇരട്ടിയായി, 3r. ഓൾഡ് ക്വസ്റ്റ്യൻ നോക്കാം. ഓൾഡ് സർഫസ് ഏരിയ നമുക്ക് 6 ആണ് റേഡിയസ് എങ്കിൽ 4πr² എന്ന് പറയാം അല്ലെ. ന്യൂ സർഫസ് ഏരിയ എന്താവും? 4π ന്യൂ 3r അല്ലേ റേഡിയസ്. ന്യൂന് നമുക്ക് 6 എന്ന് വിചാരിക്കാം, ക്യാപിറ്റൽ R ആയി, വലുതായി. ആ വലുതായത് എത്രയാണ്? അത് 3r ആണ് ആയത്, ഇതിന്റെ 3 ഇരട്ടി ആയതാണ്, r². അപ്പൊ 4π × 3r². അപ്പൊ 4π × 9r². 9നെ പുറത്ത് വെച്ചാൽ 4πr². ഇതെന്തായത്? 9 × ഓൾഡ്, നമുക്ക് പറയാം 9 ഇരട്ടിയായി, 9 ടൈംസ് ആയി, അല്ലെങ്കിൽ 9 ഇരട്ടിയായി. പഴയ സർഫസ് ഏരിയയുടെ 9 ഇരട്ടി ആവും അത് തന്നെ. അപ്പൊ അതോടെ ഇരിക്കട്ടെ. ഇനി ബി, വോളിയം. ഓൾഡ് വോളിയം 4/3πr³. നമുക്ക് ഇപ്പൊ മനസ്സിലായിട്ടുണ്ടോ? ഇനിയിപ്പോ പെട്ടെന്ന് പറയാൻ പറ്റും. ന്യൂ വോളിയം 4/3πr³. ക്യാപിറ്റൽ R 3 ഇരട്ടിയാണല്ലോ, 3r³. 3യുടെ ക്യൂബും കൂടെ വരിക, 27 × r³. ഇവിടെ നേരത്തെ ഈ 327 കട്ട് ചെയ്തെടുത്തിട്ടോ, കാരണം നമുക്ക് ഇതിന് ആവശ്യമുണ്ട്. 27 പുറത്തെടുത്തിട്ട് 4/3πr³. അപ്പോ 27 ടൈംസ് ഓൾഡ്, ഇങ്ങനെ പറയാം, 27 ടൈംസ് ആവും, 27 ഇരട്ടിയാവും വ്യാപ്തം എന്ന് പറയാൻ പറ്റും. പക്ഷെ ഇത് നമുക്ക് ഷോർട്ടായിട്ട് ചെയ്യാം കേട്ടോ. ഹെമിസ്ഫിയർ ആവട്ടെ, സ്ഫിയർ ആവട്ടെ, ഫോർ ഹെമിസ്ഫിയർ ആവട്ടെ, സ്ഫിയർ ആവട്ടെ എന്ന് പറഞ്ഞാൽ മലയാളത്തില് അർദ്ധഗോളത്തിനും ഗോളത്തിനും റേഡിയസ് n ടൈംസ് ആയാൽ എന്ന് മലയാളത്തിൽ എഴുതുന്നുണ്ട്. അതായത് if radius became n times, then all areas എന്ന് എഴുതുന്നു ഞാൻ. അത് ബേസ് ഏരിയ, കർവ്ഡ് സർഫസ് ഏരിയ, ടോട്ടൽ സർഫസ് ഏരിയ, എന്ത് ഏരിയ ചോദിച്ചാലും n² ടൈംസ് ആവും, n² ടൈംസ് ആവും. ഓക്കെ. വോളിയംസ് എന്ന് പറയേണ്ട ആവശ്യമില്ല, വോളിയം പിന്നെ ഒന്നുമില്ലല്ലോ, ഏരിയ പലതരം ഉള്ളതുകൊണ്ടാണ്. വോളിയം n³ ടൈംസ് ആവും. എന്താ മലയാളത്തിൽ പറഞ്ഞ n² ഇരട്ടിയാവും.
എൻ ക്യൂബ് ഇരട്ടിയാവും. ഇവിടെ കണ്ടില്ലേ 3 ഇരട്ടിയാണ് ആരായത്. അപ്പോൾ സർഫസ് ഏരിയ 3ന്റെ സ്ക്വയർ 9 ഇരട്ടിയായി. വ്യാപ്തം 3ന്റെ ക്യൂബ് 27 ഇരട്ടിയായി. അപ്പൊ അത് വെച്ചിട്ട് നേരെ എഴുതിയാലും മതി. അപ്പൊ ഈ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ഇങ്ങനെ ആൻസർ ചെയ്യാം. ഷോർട്ടായിട്ട് പെട്ടെന്ന് ഇങ്ങനെ ചെയ്യാം. റേഡിയസ് 3 ടൈംസ് ആവുന്നു. മലയാളത്തിലാണെങ്കിൽ ആവുന്നു, ഇംഗ്ലീഷിലാണെങ്കിൽ റേഡിയസ് 3 ടൈംസ്. സോ സർഫസ് ഏരിയ ഈക്വൽ ടു 3 സ്ക്വയർ ടൈംസ് 9 ടൈംസ് ഓഫ് ദി ഓൾഡ് എന്ന് എഴുതാം. ഗ്രാമറിൽ പിന്നെ വലിയ മൈൻഡ് ചെയ്തില്ല, ആൻസർ നോക്കരുള്ളൂ. 9 ടൈംസ് ഓഫ് ദി ഓൾഡ് എന്നൊക്കെ എഴുതി വെച്ചാൽ. എന്ന പോലെ വോളിയം ഈക്വൽ ടു 3 ക്യൂബ് ടൈംസ് 27 ടൈംസ്. ഓക്കെ, അങ്ങനെ കയറും. ഇനിയിപ്പോ ഈ ക്വസ്റ്റ്യൻ, ഇപ്പൊ നമ്മൾ പറഞ്ഞ ക്വസ്റ്റ്യൻ ഒരു സി ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. സി ക്വസ്റ്റ്യൻ, ആ സി ക്വസ്റ്റ്യൻ എന്തായിരുന്നു? If the volume of the first is 5 centimeter cube. ആദ്യത്തിന്റെ വോളിയം, if the volume of the first is 5 centimeter. ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ ആദ്യം അതിന്റെ വോളിയം, ആദ്യം ഉണ്ടായിരുന്ന വോളിയം. The first volume was 5 centimeter cube. Then what will be the new volume? പുതിയ വോളിയം എന്തായിരിക്കും? 3 ഇരട്ടി റേഡിയസ് ആകുമ്പോൾ എന്തായിരിക്കും വോളിയം? ഈ ക്വസ്റ്റ്യൻ അങ്ങനെ ചോദിച്ചെന്ന് വിചാരിക്കുക. അതായത് ആദ്യം ആ ഗോളത്തിന്റെ വ്യാപ്തം 5 സെന്റിമീറ്റർ ക്യൂബ് ആയിരുന്നു എങ്കിൽ പുതിയ വ്യാപ്തം എന്തായിരിക്കും? അതായത് 3 ഇരട്ടി റേഡിയസ് ആയപ്പോ. അപ്പൊ അത് നമ്മൾ എഴുതി വെച്ചിട്ടുണ്ടല്ലോ, വോളിയം 27 ഇരട്ടിയാവുന്ന. ന്യൂ വോളിയം ഈക്വൽ ടു 27 ഇൻറ്റു പഴയത്. ഒന്ന് പറഞ്ഞാൽ മതി, അത്രേ ഉള്ളൂ. 27 5 135 സെന്റിമീറ്റർ ക്യൂബ്. ഇരട്ടിയല്ലേ, ഇരട്ടി 5ആണ് ആദ്യത്തതെങ്കിൽ പുതിയത് 135 ആവും. 10 ആണ് ആദ്യം ഉള്ളതായിരുന്നെങ്കിൽ വോളിയം പുതിയത്, വ്യാപ്തം പുതിയത് 270 ആവും. ഓക്കെ, അപ്പൊ അതും കൂടെ അതിൽ ശ്രദ്ധിക്കണം. അപ്പൊ ടൈംസ് ആവുക എന്നുള്ള ക്വസ്റ്റ്യനൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. ഇനി റേഷ്യോ. ഓക്കെ, ഒരു ക്വസ്റ്റ്യൻ എങ്ങനെയാണ്? ഇനി ഹെമിസ്ഫിയറും സ്ഫിയറൊക്കെ പറയാന്ന് പറഞ്ഞാല് radii of 2 hemispheres are in the ratio 2:3. 2:3 രണ്ട് ഹെമിസ്ഫിയറുകളുടെ റേഷ്യോകൾ എങ്കിൽ A question, what is the ratio of their surface areas? B question, what is the ratio of their volumes? C question, if the volume of the first one is 16 centimeter cube, then what is the volume of the second one? മലയാളത്തിൽ പറഞ്ഞാൽ രണ്ട് അർദ്ധഗോളങ്ങളുടെ വ്യാപ്തം, രണ്ട് അർദ്ധഗോളങ്ങളുടെ ആരങ്ങളുടെ അനുപാതം 2:3 അപ്പോ എ ക്വസ്റ്റ്യൻ, അവയുടെ ഉപരിതല വിസ്തീർണങ്ങളുടെ വ്യാപ്തം കണ്ടുപിടിക്കുക. ബി ക്വസ്റ്റ്യൻ, അവയുടെ വ്യാപ്തങ്ങളുടെ അനുപാതം കണ്ടുപിടിക്കുക. എ ക്വസ്റ്റ്യൻ, അവകളുടെ ഉപരിതല വിസ്തീർണങ്ങളുടെ അനുപാതം കണ്ടുപിടിക്കുക. ബി ക്വസ്റ്റ്യൻ, അവകളുടെ വ്യാപ്തങ്ങളുടെ അനുപാതം കണ്ടുപിടിക്കുക. സി ക്വസ്റ്റ്യൻ, ഒന്നാമത്തേതിന്റെ വ്യാപ്തം 16 സെന്റിമീറ്റർ ക്യൂബ് ആണെങ്കിൽ രണ്ടാമത്തേതിന്റെ എത്രയായിരിക്കും? അപ്പൊ ഓരോന്ന് ചെയ്ത് നോക്കുക. ഇവിടെ ഞാൻ R1:R2 ഇങ്ങനെ ചെയ്തിട്ട് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നത് ഒരു 2:3 എന്ന് കൊടുത്താൽ ഫസ്റ്റത്തേൻ്റെ ആട്ടോ, അത് ചെറുതിൻ്റെത് വലുതിൻ്റെ എന്ന് വിചാരിക്കുക. അപ്പൊ R = 2K എന്ന് എഴുതാം, ക്യാപിറ്റൽ R = 3K എന്ന് എഴുതാം. എന്നിട്ട് പിന്നെ വ്യാപ്തം ഇങ്ങനെ കണ്ടുപിടിച്ചാൽ മതി. അപ്പൊ സിമ്പിളായി കിട്ടും. പക്ഷെ അതിലേറെ എളുപ്പമാണ് ഫോർ ഹെമിസ്ഫിയേഴ്സ് ആൻഡ് സ്ഫിയേഴ്സ്. ഫോർ ഹെമിസ്ഫിയർ ആൻഡ് സ്ഫിയർ, ഹെമിസ്ഫിയറിനും സ്ഫിയറിനും റേഷ്യോ ഓഫ് റേഡിയൈ. ഇത് ഒന്ന് സ്ഫിയർ ഒന്ന് ഹെമിസ്ഫിയർ അല്ല കേട്ടോ. രണ്ട് ഹെമിസ്ഫിയറുകളുടെ റേഡിയസുകളുടെ അല്ലെങ്കിൽ രണ്ട് സ്ഫിയറുകളുടെ റേഡിയസുകളുടെ അനുപാതം, ആരങ്ങളുടെ അനുപാതം ഈസ് n:m ആണെങ്കിൽ റേഷ്യോ ഓഫ് സർഫസ് ഏരിയാസ് n², m ആണ്, n²:m². സർഫസ് ഏരിയാസ് എന്നുള്ളത് ഏരിയാസ് എന്ന് പറയാം. അല്ല, ഏത് ഏരിയ ആയാലും മതിയല്ലോ, ഏരിയകൾ എന്നുള്ള ഒരു ഗ്രാമർ അല്ല നോക്കേണ്ടത്. ഞാൻ പല ഏരിയ ഉള്ളതുകൊണ്ട് നമ്മൾ ഷോർട്ട് ആക്കിയിട്ട് എഴുതാം. റേഷ്യോ ഓഫ് വോളിയംസ് വ്യാപ്തങ്ങളുടെ അനുപാതം n³ m³ ആയിരിക്കും. നമ്മൾ
നമ്മൾ വെറുതെ ചെയ്ത് നോക്കിയാൽ കിട്ടും അത്. അതായത് സപ്പോസ് നമുക്ക് ഞാൻ പറഞ്ഞില്ല നേരത്തെ, ചെറുതിന്റെ ആറും വലുതിൻ്റെത് ക്യാപിറ്റൽ ആറും കൊടുക്കുക. 2:3. 2:3 ആകുമ്പോൾ ഒന്ന് വലുത് ചെറുതെന്ന് ഉറപ്പല്ലേ? അപ്പൊ ആദ്യത്തെ ചെറുതിന്റെ വോളിയം വിയും വലുതിന്റെ വോളിയം ക്യാപിറ്റൽ വിയും ആണെങ്കിൽ ഇതെന്താ ഹെമിസ്ഫിയർ ആകുമ്പോൾ 2/3 പൈ. ഇതിൽ നിന്ന് എന്ത് കിട്ടും? ഞാൻ പറഞ്ഞപ്പോ R=2K, R=3K ഇങ്ങനെ പറയാനേ പറ്റുള്ളൂ. റേഡിയസ് 2, റേഡിയസ് 3 എന്ന് പറയാൻ പറ്റില്ല. 20 ആണി 30, 2 ആണി 3, 2K ആണി 3K അങ്ങനെ പറയാൻ പറ്റുള്ളൂ. 20 എന്ന് ഉറപ്പിക്കാൻ പറ്റില്ല, 2K എന്ന് ഉറപ്പിക്കാം അല്ലെ? കേക്കിന് എന്തെങ്കിലും കൊടുത്താൽ മതിയല്ലോ ഓരോ സാഹചര്യത്തിനനുസരിച്ച്. ഇപ്പൊ 2/3 പൈ R³ 2K³ ഈസ് 2/3 പൈ 3K³. 2/3 പൈ ഒക്കെ കട്ട് ചെയ്യുക. റേഷ്യോ എന്ന് പറഞ്ഞാൽ തന്നെ പൊതുമുതൽ നശിപ്പിക്കലാണ്. അതായത് പൊതുവായത് കട്ട് ചെയ്യണം. അപ്പൊ 2³ 8 K³ ഈസ്റ്റ് 3³ 27K³. K³ കെട്ടിയത് എന്തായി? 8:27 ആയി. 2:3 ആകുമ്പോ വ്യാപ്തങ്ങൾ 2³ 3³ ആവാണ്. 2³ 8, 3³ 27. അതാണ് ഷോർട്ടായിട്ട് എഴുതിയത്. വളരെ സിമ്പിളായ കാര്യം ആയതുകൊണ്ട് ഇങ്ങനെ എഴുതേണ്ട ആവശ്യമില്ല. നമുക്ക് ചോദ്യത്തിന് ആൻസറിലേക്ക് പോവാം. അതിനു മുമ്പ് ആൻസർ എന്ന് എഴുതിയിട്ട് റേഡിയസുകളുടെ റേഷ്യോ ആണല്ലോ, R1:R2 എന്നോ R:R എന്നൊക്കെ എഴുതിയാൽ മതി. 2:3. Then ratio of സർഫസ് ഏരിയാസ് ആണ് ആദ്യം ചോദിച്ചത് അല്ലെ. 2² 3² എന്ന് എഴുതിയാൽ മതി, ഒരു പ്രശ്നമില്ല. സെപ്പറേറ്റ് എഴുതി വെച്ചാൽ മതി. B. Ratio of volumes 2³ 3³ 8:27. മലയാളത്തിൽ എഴുതുമ്പോൾ വ്യാപ്തങ്ങളുടെ അനുപാതം സമം ഉപരിതല വിസ്തീർണങ്ങളുടെ അനുപാതം സമം എന്നെഴുതിയാണ്. സി ക്വസ്റ്റ്യൻ ഇവിടെ റേഷ്യോ ഓഫ് വോളിയംസ് എങ്ങനെ? സ്മോൾ v ഈസ്റ്റ് ക്യാപിറ്റൽ V അല്ലെങ്കിൽ V1:V2. R1 എടുത്തുകൊണ്ട് നമുക്ക് V1 V2 എന്ന് എടുക്കാം. അതാണ് റേഷ്യോ ഓഫ് വോളിയംസ്. ക്വസ്റ്റ്യൻ ആൻസർ ആയതുകൊണ്ട് പിന്നെ എഴുതാതിരുന്നതാണ് V1:V2 അല്ലെ. അപ്പൊ നമുക്ക് സി ക്വസ്റ്റ്യൻ V1:V2 = 8:27. ആദ്യത്തേതിന് തന്നു, രണ്ടാമത്തേതിന്റെ കാണേണ്ടതാണ്. അപ്പൊ അത് V2/V1 എന്ന് എഴുതാം. = 27/8. നേരെ തിരിച്ചാൽ മതിയല്ലോ. ഇതുപോലെ മറിച്ച് ഇവിടെ എഴുതിയാൽ മതി. നമുക്ക് V2 കണ്ടുപിടിക്കണം. V1 തന്നു 16. ഞാൻ പറഞ്ഞു ആദ്യത്തേന്റെ 16 ആണ്, രണ്ടാമത്തേന്റെ എന്താണ്? 27/8. V2 = 27 × 8/16. കട്ട് ചെയ്താൽ നേരെ തിരിച്ചെഴുതിപ്പോയി അറിയാതെ. 27 × 16/8 ഇങ്ങനെ കട്ട് ചെയ്താൽ 2 ആവും. 54 cm³ എന്ന് വരും. 54 cm³ ആണ് സെക്കൻഡിന്റെ വോളിയം. ആദ്യത്തേതിന്റെ 16 ആണെങ്കിൽ ഓക്കെ. ഈ റേഷ്യോ ചിലപ്പോ എവിടെ വരും? നമുക്ക് സ്ക്വയർ പിരമിഡില്, അതായത് സമചതുര സ്തൂപികയിലൊക്കെ വരും ചിലപ്പോ. നോക്കാം. അപ്പൊ നമ്മൾ പറഞ്ഞു വന്നത് എന്താണ്? സ്ക്വയർ പിരമിഡില് സമചതുര സ്തൂപികയിലെ റേഷ്യോ പ്രോബ്ലം ആണ്. ഒരു ക്വസ്റ്റ്യൻ വേഗം ചെയ്യാം. രണ്ട് സമചതുര സ്തൂപികകളുടെ പാദമൊക്കുകളുടെ അനുപാതം 2:3 ഹൈറ്റ് ഉയരങ്ങളുടെ അനുപാതം 5:7 എങ്ങനെ? പാദവക്കുകളുടെ അനുപാതം 2:3 ആണ്. ഹൈറ്റുകളുടെ അനുപാതം 5:7. Ratio of base edges of two square pyramids are 2:3 and their heights = 5:7. Question എന്താണ്? Find the ratio of their volumes. B question എന്താണ്? If the ratio of the first one is 50 cm³, then what is the ratio of the second one? ആദ്യത്തെ വോളിയം വ്യാപ്തം 50 cm³ ആണെങ്കിൽ സെക്കൻഡിന് എന്തായിരിക്കും? അപ്പൊ ചെയ്യുന്നത് എങ്ങനെയാണ്? ആൻസർ നോക്കുക. ഇങ്ങനെ A1:A2 നമുക്ക് പറയാം. ആദ്യത്തെ A1, ആദ്യത്തിന്റെ പാദവക്ക് ബേസ് അടിച്ച്, ആദ്യത്തിന്റെ ഹൈറ്റ് H1. അപ്പൊ ഈ റേഷ്യോ എങ്ങനെയാണല്ലോ വരിക? അപ്പൊ A1 നമുക്ക് 2K എന്ന് പറയാം, A2 3K എന്ന് പറയാം.
എപ്പോഴും നിങ്ങൾ റേഷ്യോ പ്രോബ്ലം, സമാന്തര ശ്രേണി, അരിത്തമെറ്റിക് സീക്വൻസിൽ സർക്കിളിൽ വൃത്തങ്ങളിലൊക്കെ വരുമ്പോൾ അല്ലെങ്കിൽ വേറെ സ്ഥലത്തൊക്കെ വരുമ്പോൾ റേഷ്യോ പ്രോബ്ലത്തിന് ഇങ്ങനെ കെ എന്നിട്ടാൽ തീരെ കിട്ടാത്ത ഐഡിയ കിട്ടാത്ത സ്ഥലത്തൊക്കെ ഇങ്ങനെ സം കെ എന്നിട്ടാൽ അത് ചെയ്യാൻ പറ്റും. മിക്ക എണ്ണത്തിലും ഒന്ന് വീട്ടിൽ നിന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ H1 ഈക്വൽ ടു 5x എന്നിട്ട് കെ യൂസ് ചെയ്തുകൊണ്ട് 5x, H2 ഈക്വൽ ടു 7x. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് V1 V2 ആണ്. V1 എന്ത് വരും? സ്ക്വയർ പിരമിഡ് ആണ്. ഇപ്പൊ 1/3 A²H ഈസ് ടു 1/3 A²H. ഇത് ആദ്യത്തേതിന്റെ. അപ്പൊ ഇതിന്റെ എയും A1 H1 ഇട്ടു. രണ്ടാമത്തത് റേഷ്യോ എന്ന് പറഞ്ഞാൽ തന്നെ പൊതുമുതൽ നശിപ്പിക്കലാണ്. നശിപ്പിച്ചു. A1² 2k², H1 5x ഈസ് ടു A2² 3k², H2 7x. ഒന്ന് ശരിയാക്കിയിട്ട് എഴുതിയാൽ 4k² ഇൻറ്റു 5x ഈസ് ടു 9k² ഇൻറ്റു 7x. എക്സും k² ഒക്കെ നശിപ്പിക്കാം. അപ്പൊ എന്ത് വന്നു? ഇനി ഇവിടെ എന്തെങ്കിലും കട്ട് ചെയ്യാനെങ്കിൽ കട്ട് ചെയ്യാൻ പറ്റും. ഇരിക്കട്ടെ. 4 × 5 20 ഈസ് ടു 9 എത്രയാണ്? 63. 20 ഈസ് ടു 63 ആണ് വന്നത്. കട്ട് ചെയ്യാനായിട്ടൊന്നുമില്ല. അതുകൊണ്ട് ഇരുന്നോട്ടെ. വോള്യൂംസുകൾ തമ്മിലുള്ള റേഷ്യോ 20 ഈസ് ടു 63 ആണ്. അപ്പോ ഇനി ആദ്യത്തെ ഏതിൻ്റെ വോള്യൂം തന്നാൽ സെക്കൻഡ് എങ്ങനെ കണ്ടുപിടിക്കും? അപ്പൊ നമുക്ക് V2/V1 എന്ന് എഴുതാം. 63/20. V2 കണ്ടുപിടിക്കണം. V1 എത്രയാണ് പറഞ്ഞത്? 50 ആണ് തോന്നുന്നു. 50 ഈക്വൽ ടു 63/20 ആണ്. അപ്പോ V2 ഈക്വൽ ടു വോള്യൂം ഓഫ് ദി സെക്കൻഡ് വൺ, രണ്ടാമത്തെ ഇതിന്റെ വോള്യൂം ആദ്യത്തെ 50 ആണെങ്കിൽ ഇത് റേഷ്യോ ആണ്. ഇത് റേഷ്യോ ആണ്. അപ്പൊ എന്ത് കിട്ടും? 50 × 63/20 എന്ന് വരികയാണ്. അപ്പൊ ഇങ്ങനെ കട്ട് ചെയ്താൽ 563 630 1063 പകുതി എടുത്താൽ മതിയെ. 630 പകുതി എത്രയാണ്? 315/2 അല്ലെ? 315/2 എത്ര വരും? 157 സെന്റിമീറ്റർ ക്യൂബ്. 157 സെന്റിമീറ്റർ ക്യൂബാണ് രണ്ടാമത്തെ വോളിയം വരിക. അപ്പൊ റേഷ്യോ ഇങ്ങനെ വരും. ഓക്കെ. ഇനി റേഷ്യോയുടെ നിർത്തുക നമുക്ക്. ഇനി ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സംഭവമാണ് മെൽറ്റ് ആൻഡ് റീകാസ്റ്റ് എന്ന പ്രോബ്ലം. മെൽറ്റ് ആൻഡ് റീകാസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഉരുക്കി ഉണ്ടാക്കൽ. നിങ്ങൾ അറിയാം മെൽറ്റ് ആൻഡ് റീകാസ്റ്റ്. ഉരുക്കിയിട്ട് വേറെ എന്തെങ്കിലും ഉണ്ടാക്കാം. ഉരുക്കി ഉണ്ടാക്കൽ എന്നാണ് എഴുതാൻ നല്ലത്. ഉരുക്കി ഉണ്ടാക്കൽ. നമുക്കറിയാം എന്തെങ്കിലും മെറ്റലൊക്കെ ഉരുക്കിയിട്ട് വേറെ മെറ്റലാക്കുമ്പോൾ അതിന്റെ വ്യാപ്തം തന്നെയാണ് മറ്റേ വ്യാപ്തത്തിലേക്ക് വരിക അല്ലെ? അപ്പൊ ഒരു മെറ്റൽ ഉരുക്കിയിട്ട് വേറെ മെറ്റലാക്കുമ്പോൾ ഒരു ഷേപ്പ് മാറ്റുമ്പോൾ വ്യാപ്തം ഈക്വൽ ആയിരിക്കും. വോള്യൂംസ് ഈക്വൽ. ഈ കേസിൽ വോള്യൂംസ് ഈക്വൽ. എന്താണോ ഒരുക്കിയത് അതിന്റെ വോള്യൂം, എന്താണ് ഉണ്ടാക്കിയത് അതിന്റെ വോള്യൂം ഈക്വൽ ആയിരിക്കും. വ്യാപ്തങ്ങൾ തുല്യമാണെന്ന് മലയാളത്തിൽ പറയാം. ഓക്കെ. ക്വസ്റ്റ്യൻ എഴുതുകയാണ്. ക്വസ്റ്റ്യൻ: A sphere of 6 cm is melt and recast into a cone of base radius 3 cm. Then what will be the height of that cone? എന്ന് പറഞ്ഞാൽ 6 സെന്റിമീറ്റർ ആരമുള്ള ഒരു ഗോളം ഒരുക്കിയിട്ട്, കട്ടിയായ ഒരു ഗോളം ഒരുക്കിയിട്ട് 3 സെന്റിമീറ്റർ പാദത്തിന് ആരമുള്ള ഒരു വൃത്തസ്തൂപിക ഉണ്ടാക്കി. അപ്പോൾ ആ വൃത്തസ്തൂപികയുടെ ഹൈറ്റ് എന്തായിരിക്കുന്നു? ഓക്കെ. അപ്പൊ അതെങ്ങനെ ചെയ്യും? നമ്മള് വൃത്തസ്തൂപികയുടെ വ്യാപ്തം വോളിയം ഓഫ് കോൺ, വൃത്തസ്തൂപികയുടെ വ്യാപ്തം വോളിയം ഓഫ് സ്ഫിയർ, ഉരുക്കിയ സാധനത്തിന്റെ വ്യാപ്തം ഒന്നായിരിക്കും. നമുക്ക് എന്തിൻ്റെതാണോ കണ്ടുപിടിക്കേണ്ടത് അത് ആദ്യം എഴുതിക്കോട്ടെ. എന്നിട്ട് ഈക്വൽ ടു മറ്റത് എഴുതിയാൽ മതി. അപ്പൊ 1/3πr² ഈക്വൽ ടു 4/3πr³ എന്ന് വരികയാണ്. പൊതുമുതലൊക്കെ നശിപ്പിക്കുക. പയ്യും 1/3 4/3 ഡിനോമിനേറ്ററിൽ ഒരേപോലെ അപ്പുറപ്പുറം കട്ട് ചെയ്യാം അല്ലെ? ഇനി r². ഈ ആറും മാറ്റേണ്ട കേട്ടോ. അത് സ്ഫിയറിന്റെ റേഡിയസ്. അപ്പൊ ചെറിയൊരു അണ്ടയാലിട്ട് കിട്ടും. കിട്ടില്ലെങ്കിൽ നിങ്ങൾ മാറാതെ അത് രണ്ടും കട്ട് ചെയ്യരുത്. r² r³ r² കട്ട് ചെയ്ത് കളയരുത് അറിയാതെ. രണ്ടും വേറെ വേറെ റേഡിയസ്. സത്യത്തിൽ 2 ലിറ്റർ കിട്ടും നമ്മ. ഓക്കെ. ഒന്ന് r ഒന്ന് rs കിട്ടും. ഓക്കെ. അപ്പൊ റേഡിയസ് ഓഫ് ദി കോൺ അവർ തന്നത് 3 ആണല്ലോ. 3² ഇൻറ്റു ഹൈറ്റ് കണ്ടുപിടിക്കാനുള്ളതാണ് 4 ഇൻറ്റു റേഡിയസ് ഓഫ് ദി സ്ഫിയർ 6 ആണ്. 6³ ഹൈറ്റ് ഈക്വൽ ടു 4 ഇൻറ്റു 6³/3². ഇനി ഇത് 9 216 എഴുതിയിട്ട് പിന്നെയും കട്ട് ചെയ്യാൻ പോകണ്ട. നമുക്ക് അതൊന്ന് എക്സ്പാൻഡ് ചെയ്ത് വെക്കാം. 6 × 6 × 6
3 into 3 ഇങ്ങനെ കട്ട് ചെയ്താൽ അല്ലേ, അപ്പൊ 4 4 16 96 സെന്റിമീറ്റർ ആണ് ഹൈറ്റ്. 96 സെന്റിമീറ്റർ ആണ് ആ കോണിന്റെ ഹൈറ്റ് വരിക അല്ലേ, ഇങ്ങനെ വരും. വലിയ കോണാണ്. യെസ്, ഇങ്ങനെ. ഇനി ഇതിലൊരു കാര്യമുള്ളത്, ഈ ക്വസ്റ്റ്യൻ ഇങ്ങനെയാണെങ്കിലോ, a volume of this sphere is melted and recast into two equal cones. ഒരു ഗോളം ഒരുക്കിയിട്ട് തുല്യ വലിപ്പമുള്ള രണ്ട് വൃത്തസ്തൂപികളാക്കി. അങ്ങനെയെങ്കിൽ എന്നിട്ട് റേഡിയസും തന്നു. ഗോളത്തിന്റെ റേഡിയസ് 6 ആയിരുന്നു, വൃത്തസ്തൂപിക്കിന്റെ 3 ആയിരുന്നു. അങ്ങനെയെങ്കിൽ ആ കോണിന്റെ ഉയരം എന്തായിരിക്കും? അപ്പൊ ആരൊക്കെ തന്നെ രണ്ടെണ്ണം ആക്കിയെന്ന് പറഞ്ഞാൽ രണ്ടെണ്ണത്തിന്റെ വോളിയം, രണ്ട് കോണിന്റെ വോളിയം ഒരു സ്ഫിയറിന്റെ വോളിയം. അപ്പൊ ഇവിടെ രണ്ടുണ്ടാവും, ഇവിടെ രണ്ടുണ്ടാവും, ഇവിടെ രണ്ടുണ്ടാവും അല്ലെ. ആ രണ്ടങ്ങോട്ട് കൊണ്ടുപോകുമ്പോ ഇവിടെ ഇങ്ങനെ രണ്ടുണ്ടാവും. അപ്പൊ ആ രണ്ടും കൂടെ ഇവിടെ ഉണ്ടാവും, ഡിവൈഡ് ബൈ 2 ഉണ്ടാവും. അപ്പൊ 48 സെന്റിമീറ്റർ ആവും. രണ്ട് വരുമ്പോ അങ്ങനെ. യെസ്. ഇനി മെൽറ്റ് ആൻഡ് റീകാസ്റ്റ് കഴിഞ്ഞു. ഇനി ഇതിൽ 2 തരം ക്വസ്റ്റ്യൻസും കൂടെ ഉള്ളൂ. ഒന്ന് കാർവ്ഡ്, പിന്നെ കാർവ്ഡ് എന്ന് പറഞ്ഞാൽ ചെത്തി ഉണ്ടാക്കുക. പിന്നെ ഉള്ളത് കോമ്പിനേഷനാണ്. ഈ കോമ്പിനേഷന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് 8ലും 9ലും പഠിച്ച സോളിഡ്സിന്റെ ഒക്കെ ഇക്വേഷൻസ് നിർബന്ധമായിട്ട് അറിഞ്ഞിരിക്കണം. ഒന്ന് നിർബന്ധമായിട്ട് അറിയേണ്ട ഒരു സാധനമാണ്. നിങ്ങൾ എക്സ്ട്രാ എല്ലാം പഠിച്ചു കഴിഞ്ഞിട്ട് അതിലേക്ക് പോകാൻ പാടുള്ളൂ. അതാണ് ഞാൻ ആദ്യം എഴുതാതിരുന്നത്. ക്യൂബിൻ്റെത്, ക്യൂബ് LSA, ലെറ്റർ സർഫസ് ഏരിയ, ടോട്ടൽ സർഫസ് ഏരിയ. എന്താണത് മലയാളത്തിൽ പറഞ്ഞാൽ? ഉപരിതല പാർശ്വതല വിസ്തീർണം, ആകെ ഉപരിതല വിസ്തീർണം, വ്യാപ്തം അതായത് വോളിയം. എന്താ ക്യൂബ് പറഞ്ഞാൽ എല്ലാ വക്കും തുല്യാണ്. ഓരോ സൈഡും A square. ലെറ്റർ സർഫസ് ഏരിയ പറഞ്ഞാൽ എന്താ? ബിൽഡിങ്ങിന്റെ ഈ സൈഡുകളല്ലേ. 1 A square, 2 A square, 3, 4 A square. ടോട്ടൽ എത്ര ഉണ്ട്? 6 A square. വ്യാപ്തം എന്താണ്? A ക്യൂബ്. ഈ പേര് വന്നത് തന്നെ, ക്യൂബിന്റെ പേര് വന്നതിന്റെ വ്യാപ്തം A ക്യൂബ് ആയതുകൊണ്ടാണ്. ഓക്കെ. ഇനി സ്ക്വയർ പിരമിഡ്. പിന്നെ അറിയേണ്ടത് സ്ക്വയർ പിരമിഡ്. സ്ക്വയർ, മുകളിൽ സ്ക്വയർ, പിന്നെ താഴോട്ട് എന്തോ ഹൈറ്റ് എന്തോ ഉണ്ട്. ഹൈറ്റ് ഇത് A ആണ്. LSA എന്ന് പറയുമ്പോൾ ഈ ഏരിയ ആണല്ലോ. AH 4 AH ഉണ്ട്. TSA എന്ന് പറയുമ്പോൾ മുകളിൽ A square, അടിയിൽ A square, അതും കൂടെ കൂട്ടാം A square പ്ലസ് 4 AH. വോളിയം ഓഫ് എനി പ്രിസം, താഴെ മുതൽ മുകൾ വരെ ഒരേ ഷേപ്പുള്ള ഏത് സംഭവത്തിന്റെ വോളിയം ബേസ് ഏരിയ ഇൻറ്റു ഹൈറ്റ് ആണ്. അതെന്താ, എങ്ങനെ വന്നു എന്നൊക്കെ നേരത്തെ പറഞ്ഞാൽ. ഇതിന്റെ ബേസ് ഏരിയ എന്താ? A square, പിന്നെ ഹൈറ്റ് എന്നിട്ടാണ്. ഇനിയോ റെക്ടാങ്കുലർ പ്രിസം. ഇത് അത്ര ഇമ്പോർട്ടൻ്റ് അല്ല, ഇത് അധികം നമുക്ക് ചോദ്യം വന്നിട്ടില്ല. എന്നാലും LBH, ലെങ്തും ബ്രെഡ്ത്തും ഹൈറ്റും. ഇതിന് ലെറ്റർ സർഫസ് ഏരിയ LH ഉണ്ട്, പിന്നെ BH ഉണ്ട്. BH ഇവിടെ അപ്പുറത്തുണ്ട്, LH ഇവിടെ ഉണ്ട്, അവിടെ ഉണ്ട്. അപ്പൊ 2 LH പ്ലസ് 2 BH എന്ന് പറയാം. അല്ലെ 2 പുറത്തെടുത്തിട്ട് LH പ്ലസ് BH, 2 into LH പ്ലസ് BH. പിന്നെ 2 LB കൂടെ കിട്ടിയ ടോട്ടൽ സർഫസ് ഏരിയ ആയി 2 LB ഉണ്ട്, 2 LH ഉണ്ട്, 2 BH ഉണ്ട്. 2 പുറത്തെടുത്ത 2 into LB പ്ലസ് LH പ്ലസ് BH എന്ന് പറയാം. അങ്ങനെയൊക്കെ പഠിച്ചിട്ടുണ്ടാകും കുട്ടികൾ. വോളിയം ബേസ് ഏരിയ LB ഇൻറ്റു ഹൈറ്റ് BH. വോളിയം കുറെ എളുപ്പമാണ്. എല്ലാത്തിനും ബേസ് ഏരിയ ഇൻറ്റു ഹൈറ്റ്. ഇതിന്റെ A square ഇൻറ്റു ഹൈറ്റും A ആണ്. A square ഇൻറ്റു A ക്യൂബ്, A square ഇൻറ്റു H, LB ഇൻറ്റു H. സിലിണ്ടർ, സിലിണ്ടർ പറഞ്ഞാൽ താഴെ മുതൽ മുകൾ വരെ സർക്കിൾ അല്ലേ. ബേസ് പെരിമീറ്റർ ഇൻറ്റു ഹൈറ്റ് ആണ് ലെറ്റർ സർഫസ് ഏരിയ. അങ്ങനെ ഒരു സാധനം കൂടെ ഉണ്ട്, ബേസ് പെരിമീറ്റർ ഫോർ AH. ഇതിന്റെ 2πr ഇൻറ്റു H, റേഡിയസ് ആണല്ലോ അടിഭാഗം. പിന്നെ മുകളിലെ പൈ ആർ സ്ക്വയർ, അടിയിൽ പൈ ആർ സ്ക്വയർ കൂട്ടിയാൽ 2πr സ്ക്വയർ പ്ലസ് 2πrh. വോളിയം എപ്പോഴും ബേസ് ഏരിയ ഇൻറ്റു ഹൈറ്റ്. ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഈ കാര്യങ്ങൾ അറിയണം. ഇതൊക്കെ ഒന്ന് പട്ടിട്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്.
വളരെ ഇമ്പോർട്ടൻ്റ് ആവും വട്ടട്ടെന്ന് അറിയണം. അത് കെട്ടിലും 9 പഠിച്ചാണ്. നിങ്ങൾ 9th ഇതും 8th ഇതൊക്കെ പഠിച്ചിട്ടുണ്ടാവും. ഇവകൾ അറിയണം. അപ്പോൾ നമ്മൾ ക്വസ്റ്റ്യൻ എടുക്കാം. ക്വസ്റ്റ്യൻ എന്താണ്? എ വുഡൻ ക്യൂബ് ഓഫ് ബേസ് എഡ്ജ് 8 cm is carved into a sphere of maximum size. Find the surface area of that sphere. മരം കൊണ്ടുള്ള ഒരു സമചതുരക്കട്ട 8 സെന്റിമീറ്റർ വക്കുള്ള സമചതുരക്കട്ട മാക്സിമം വലുപ്പത്തിൽ പരമാവധി വലുപ്പമുള്ള ഒരു ഗോൾ ഉണ്ടാക്കി അതിൽ നിന്ന് എങ്കിൽ ആ ഗോളത്തിന്റെ ഉപരിതല വിസ്തീർണം കാണുക. വളരെ സിമ്പിളായ കാര്യമാണ്. കാരണം ലോജിക്കലി കാർബിഡ് പറഞ്ഞാൽ എന്താ? കാർപ്പൻറ്റർ ചെത്തി ഉണ്ടാക്കുക. ഓക്കെ, അപ്പൊ കാർബിഡ് എന്ന് പറയുമ്പോൾ തന്നെ ലോജിക്കാണ് എടുക്കേണ്ടത്. അപ്പൊ നമ്മളിങ്ങനെ നോക്കിയാൽ കാണാം ഒരു വുഡൻ സ്ക്വയർ അതിന്റെ സൈഡൊക്കെ ഉണ്ട് കേട്ടോ. അങ്ങനെ ഉണ്ട് വുഡൻ ക്യൂബ്. ഇതിൽ നിന്നൊരു സ്ഫിയർ ഉണ്ടാക്കുമ്പോൾ ഇങ്ങനെ ഒരു സൈഡിൽ നിന്ന് ഇങ്ങനെ നോക്കുമ്പോൾ ഇങ്ങനെ ആയിരിക്കും അല്ലെ. പക്ഷെ നേരെ നോക്കിയാൽ എങ്ങനെ ഉണ്ടാവും? നേരെ നോക്കിയാൽ ഈ ഷേപ്പിലാണ് നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നത്. ഈ ഷേപ്പിൽ അല്ലെ. അപ്പൊ ഇതിന്റെ 8 സെന്റിമീറ്റർ ആണ് എഡിച്ചെങ്കിൽ റേഡിയസ് 4 ആയിരിക്കുന്ന. അപ്പോ സർഫസ് ഏരിയ ഈക്വൽ ടു ഉപരിതല വിസ്തീർണം ഈക്വൽ ടു 4πr² അങ്ങോട്ട് ചെയ്താൽ മതി. അതായത് അതിൽ നിന്ന് എടുക്കുന്നതിന്റെ മാക്സിമം സൈസ് ഉള്ളത്. മാക്സിമം സൈസിന് അർത്ഥം വേണമെങ്കിൽ ഒരാൾക്ക് ചെറുത്തെടുത്തൂടെ. ഉള്ള ഇതിൽ ഏറ്റവും വലുത് ഇപ്പൊ ഞാൻ ഈ വരച്ച പോലെ കിട്ടുള്ളൂ, അതിനപ്പുറം കിട്ടില്ല. അപ്പൊ 4 × π × 4² 64π cm² കിട്ടും. ഇനിയിപ്പോ ഒരു സ്ക്വയർ പ്രിസം എന്ന് പറയുമ്പോൾ സമചതുര സ്തംഭം, അതിൽ നിന്ന് മാക്സിമം സൈസുള്ള സമചതുര സ്തൂപിക സ്ക്വയർ പിരമിഡ് ഉണ്ടാക്കാൻ പറയുമ്പോൾ എങ്ങനെ ഉണ്ടാക്കുക? ഇതാ, ഇത് സിമ്പിളാണ്. ഹൈറ്റിന് മാറ്റമില്ല, ബേസ് അടിച്ച് മാറ്റമില്ല. അപ്പൊ അതൊക്കെ സിമ്പിളാണ്. പിന്നെ ഇതിൽ കുറച്ചൊരു പണി ഉണ്ടാക്കാൻ എന്താണ്? ഇത് അടുത്ത ക്വസ്റ്റ്യൻ ആണ്. ഇതാ ഇങ്ങനെയാണ്. ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നു. ബേസ് റേഡിയസ് ഓഫ് എ കോൺ ഈസ് 3 cm and their slant height equal to 6 cm. A sphere of maximum size is carved from it. Find the volume of that sphere. ഇപ്പോൾ പറഞ്ഞതിൻ്റെ അർത്ഥം എന്താണ്? അല്ലെങ്കിൽ ഫൈൻഡ് ദി വോളിയം ഓഫ് ദാറ്റ് സ്ഫിയർ. സ്ഫിയറിന്റെ വോളിയം കണ്ടുപിടിക്കുക, അല്ലെങ്കിൽ സ്ഫിയറിന്റെ റേഡിയസ് കണ്ടുപിടിക്കുക, അങ്ങനെയൊക്കെ പറയും. ഒരു പാദ ആരം 3 സെന്റിമീറ്ററും പാർശ്വോന്നതി അതായത് സ്ലാൻ ഹൈറ്റ് ചെരിവുയരം 6 സെന്റിമീറ്ററുമായ ഒരു വൃത്തസ്തൂപികയിൽ നിന്ന് മാക്സിമം സൈസുള്ള ഒരു സ്ഫിയർ ഉണ്ടാക്കി അപ്പൊ അതിന്റെ വ്യാപ്തം കണ്ടുപിടിക്കുക എന്നാണ് പറഞ്ഞത്. 5 മാർക്ക് വരെ ചോദിക്കലുണ്ട്. അതാണ് ഇപ്പൊ ഈ ഒരു കാർബിഡൽ മാക്സിമം ക്വസ്റ്റ്യൻ. അപ്പൊ അതെങ്ങനെ ചെയ്യാം? ഇങ്ങനെയാണ് കോണ്. കോണെന്ന് പറഞ്ഞാൽ സമചതുര കോണെന്ന് പറയുമ്പോൾ വൃത്തസ്തൂപിക. ഇതിനകത്തുനിന്ന് ഒരു സ്ഫിയർ മാക്സിമൈസ് ഉണ്ടാകുമ്പോൾ എങ്ങനെയാണ്? സ്ട്രൈറ്റ് വ്യൂ നോക്കിയാൽ ഇവിടെ റേഡിയസ് കിട്ടും. റേഡിയസ് ഇങ്ങനെ ഏകദേശം ഇങ്ങനെ നമുക്ക് സൈഡിൽ നോക്കിയാൽ ഇങ്ങനെയൊക്കെ തോന്നും. സ്ട്രൈറ്റ് ആയിട്ട് നോക്കുമ്പോൾ ഇത്ര റേഡിയസ് ഇത് സ്ലാൻ ഹൈറ്റ് ഇത് 6 തന്നിട്ടുണ്ട്, ഇത് 6 3 ഇതിന്റെ ഉള്ളിൽ നിന്നുള്ള മാക്സിമം സൈസ് സ്ഫിയർ ആക്ച്വലി ഈ ത്രികോണത്തിന്റെ അന്തർവൃത്തമാണ് ഇൻ റേഡിയസ് ഓഫ് ദി സർക്കിൾ. ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ അങ്ങനെ കണ്ടുപിടിക്കേണ്ട വ്യാപ്തം കണ്ടുപിടിക്കേണ്ട സ്ഫിയർ ഗോളത്തിന്റെ റേഡിയസ് ഇതിന്റെ അന്തർവൃത്തം ആരാണ്? അപ്പൊ അത് കണ്ടുപിടിച്ചാൽ മതി. അപ്പൊ ആൻസറിൽ ഇങ്ങനെ എഴുതി തുടങ്ങിയാൽ മതി. ഡി റേഡിയസ് നിങ്ങൾ കണ്ടുപിടിക്കണം. അതെങ്ങനെ കണ്ടുപിടിക്കുക? ഇൻ റേഡിയസ് ഈക്വൽ ടു ടാൻജന്റിന്റെ തൊടുവരകളിൽ പഠിച്ചു R=A/S. ഏരിയ കണ്ടുപിടിക്കാൻ വേണ്ടി ചിലപ്പോൾ കുറച്ച് എളുപ്പമുണ്ടാവും, ചിലപ്പോൾ ചെറിയ ബുദ്ധിമുട്ടുണ്ടാവും. നോക്കാം. എന്തായാലും ഇതൊരു ഐസോസ്ലസ് ട്രയാങ്കിൾ ആണ്. 6 ആണ്. ഇക്വലേറ്ററൽ ട്രയാങ്കിൾ ആണ്, സമഭുജ ത്രികോണമാണ്. അതുകൊണ്ട് വലിയ പണിയില്ല. സമഭുജ ത്രികോണം ആകുമ്പോൾ ഇവിടെ 3 ഇവിടെ 6 ആണെങ്കിൽ ആക്ച്വലി 90 60 30 ആണ്. ഫുൾ 90 60 30 ആണല്ലോ. ഫുള്ള്
ഒരേ ആംഗിൾ ആകുമ്പോൾ 60 ആകുമ്പോൾ 30 ആവും. അപ്പോൾ അല്ലെങ്കിൽ പിന്നെ നമ്മൾ ഹെറോയിൻസ് ഫോർമുല യൂസ് ചെയ്യണം ഏരിയ കണ്ടുപിടിക്കാൻ. ഇപ്പൊ ഏരിയ കണ്ടുപിടിക്കാൻ കുറച്ച് എളുപ്പമുണ്ട്. 1:√3:2 ആണ്. 3ക്ക് 1 ആവുമ്പോൾ 2ക്ക് 6, √3ക്ക് എന്താവും 3√3 ആവും ഹൈറ്റ്. അപ്പൊ ഏരിയ എന്താവും ഹാഫ് BH, ഹാഫ് ഇൻറ്റു ബേസ് 6, 3 3 6 ഇൻറ്റു ഹൈറ്റ്. അപ്പൊ ഇങ്ങനെ കട്ട് ചെയ്താൽ 9√3 സെന്റിമീറ്റർ എന്നാണ്. സെന്റിമീറ്റർ ആണ് ഏരിയ. സെമി പെരിമീറ്റർ എസ് നമ്മളെങ്ങനെ ചെയ്യാം? 6 6 6 6 പ്ലസ് 6 പ്ലസ് 6/2 a പ്ലസ് ബി പ്ലസ് സി ബൈ 2 അല്ലെ? ചുറ്റളവിന്റെ പകുതി, പെരിമീറ്ററിന്റെ പകുതി. അപ്പൊ 12ന്റെ പകുതി 9. അപ്പൊ ഇവിടെ റേഡിയസ് ഈക്വൽ ടു a/s അല്ലേ? ഏരിയ എന്ന് പറഞ്ഞാൽ ഏരിയ എന്ന് പറഞ്ഞാൽ വിസ്തീർണം 9√3/s 9. അപ്പൊ √3 എന്ന് കിട്ടും. √3 ഈ റേഡിയസ് √3 ആണെങ്കിൽ വോളിയം ഓഫ് ദാറ്റ് സ്ഫിയർ ഈക്വൽ ടു 4/3πr³ 4/3π ഇൻറ്റു √3ന്റെ ക്യൂബ് കേട്ടോ. √3ന്റെ ക്യൂബ് 4/3π √3 ഇൻറ്റു √3 ഇൻറ്റു √3. √3 കൂടെ 3 ആവും കേട്ടോ. ഇത് രണ്ടും കൂടെ 3 ആയിട്ട് ഈ 3 ആയിട്ട് കട്ട് ചെയ്യും. ഇപ്പൊ 4√3π സെന്റിമീറ്റർ ക്യൂബ് എന്ന് എഴുതിയാൽ മതി. കാർബിഡിൽ മാക്സിമം ക്വസ്റ്റ്യൻ ആണത്. ഇനി നമുക്ക് കോമ്പിനേഷനിൽ 1-2 ക്വസ്റ്റ്യൻ ചെയ്തിട്ട് നിർത്താം. കോമ്പിനേഷനിൽ എന്തെങ്കിലും കൂട്ടിയിട്ടൊക്കെ ചോദിക്കാം. പല ക്വസ്റ്റ്യൻ നിങ്ങൾ കണ്ടിട്ടുണ്ട്. അതിലൊരു ക്വസ്റ്റ്യൻ ആദ്യം സിമ്പിൾ ആയിട്ടൊന്നും ചെയ്യാം. ഇങ്ങനെ ഒരു ഷേപ്പ് വന്നിട്ട് ക്വസ്റ്റ്യൻ പറയുന്നില്ല. ടോട്ടൽ ഹൈറ്റ് 17 സെന്റിമീറ്റർ ആണ്. കോമൺ റേഡിയസ് 5 സെന്റിമീറ്ററും ആണ്. ടോട്ടൽ 17. എന്നിട്ട് ചോദ്യം പലതുണ്ടാവും. ഇതിന്റെ വോളിയം, ടോട്ടൽ വോളിയം കാണാം. അപ്പൊ പിന്നെ നമുക്ക് കോണ്, അതായത് വൃത്തസ്തൂപികയും അർദ്ധഗോളത്തിന്റെയും കൂടെ വ്യാപ്തം കണ്ടുപിടിച്ചാൽ മതി. ചിലപ്പോഴൊക്കെ കുറച്ചും കൂടി കോംപ്ലിക്കേറ്റഡ് ആയി ചോദിക്കൽ എന്താ, ഇതൊരു ടോയ് ആണ്, ഒരു കളിപ്പാട്ടാണ്. ഇതിനെ നമുക്ക് പുതിയ പെയിന്റ് അടിക്കണം. ഇപ്പൊ ചെറിയ സെന്റിമീറ്റർ സ്ക്വയർ ഏരിയക്ക്, 1 സെന്റിമീറ്റർ സ്ക്വയർ ഏരിയക്ക് 50 പൈസ ആവും. ഇനിയിപ്പൊ സിൽവർ കോട്ടിങ് ആണെന്നൊക്കെ വിചാരിക്കുക. അത്രയും പൈസ അതുകൊണ്ടാണ് ചെറിയ ഏരിയക്ക്. അങ്ങനെയെങ്കിൽ ടോട്ടൽ സിൽവർ കോട്ടിങ് അടിക്കാൻ എത്ര പൈസ ആവും? അപ്പൊ അതിന്റെ സർഫസ് ഏരിയ ആണ്, ഇത് ഒട്ടിച്ചു വെച്ചിരിക്കുകയാണ്. അപ്പൊ സർഫസ് ഏരിയ ഓഫ് ടോയ് ഈക്വൽ ടു ടോയ്, ഈ കളിപ്പാട്ടത്തിന്റെ ഉപരിതല വിസ്തീർണം CSA ഓഫ് കോൺ പ്ലസ് CSA ഓഫ് ഹെമിസ്ഫിയർ. എന്താ പറഞ്ഞതിന്റെ അർത്ഥം? കോണിന്റെ വക്രതല വിസ്തീർണവും ഹെമിസ്ഫിയർ അർദ്ധഗോളത്തിന്റെ വക്രതല വിസ്തീർണം കൂടെ കൂട്ടിയാൽ മതി. എന്ന് പറഞ്ഞാൽ πRL പ്ലസ് 2πr² അല്ലെ? ഈ വക്രതല മാത്രം 2πr². ഉള്ളിലുള്ള ഒട്ടിച്ചു വെച്ചിരിക്കുകയാണ്, അത് വേണ്ട. 2πr². റേഡിയസ് അവിടെ ഉണ്ട് 5, രണ്ടിനും റേഡിയസ് അത് തന്നെയാണ്. എല്ലില്ല, പക്ഷെ ഇവിടെ H കിട്ടുമല്ലോ. ഈ H കിട്ടും. അങ്ങനെ ഈ 5 കുറച്ചാൽ മതി. 15 കുറച്ചാൽ 12. ഇവിടെ ഒരു എല്ല് കണ്ടുപിടിക്കാൻ പണിയില്ല. H 12, റേഡിയസ് 5. അപ്പോൾ ഇവിടെ L² ഈക്വൽ ടു 12² പ്ലസ് 5² എന്ന് പറഞ്ഞാൽ 169 ആണ്. L 13. ഇവിടെ കൊടുത്താൽ മതി. 5 ഇൻറ്റു 6 5 ഇൻറ്റു 13 പ്ലസ് 2 ഇൻറ്റു π ഇൻറ്റു r² ആണ് 5². ടോട്ടൽ എന്തായി? 5 13 65, പിന്നെ ഇത് 50 ആയി. 115 π സെന്റിമീറ്റർ സ്ക്വയർ. ക്വസ്റ്റ്യനിൽ ചിലപ്പോൾ ഇങ്ങനെ ഉണ്ടാവും, യൂസ് π ഈക്വൽ 3.14. അപ്പൊ 115 ഇൻറ്റു 3.14. അതൊന്ന് കുടിച്ചു നോക്കുക. സൈഡിൽ പോയിട്ട് ഗുണിക്കാനൊക്കെ 3.14 ഇൻറ്റു 115. 5 4 20, 1 5 5 2 7, 3 5 15.
ഒരു 4 4 1 3 4 1 3 0 11 ഇല്ല 11 6 3 ശരിയാ നോക്കാം. ഈ 2 പോയിന്റ് മാറ്റുമ്പോൾ 2 പോയിന്റ് മാറ്റും. അപ്പൊ എന്തായി 361.1 ഇത്രയും സെന്റിമീറ്റർ സ്ക്വയർ ഉണ്ട് ടോട്ടൽ. അപ്പൊ കോസ്റ്റ് ഓഫ് പെയിന്റിങ് എന്ന് പറഞ്ഞാൽ പെയിന്റ് ചെയ്യാൻ 1 സെന്റിമീറ്റർ സ്ക്വയർ 50 പൈസയാണല്ലോ. കോസ്റ്റ് ഓഫ് പെയിന്റിങ് ഈക്വൽ ടു 361.1 ഇൻറ്റു 50 പൈസ പറഞ്ഞാൽ 1/2 രൂപ എന്നാണ്. 1/2 അതിന് നേരെ പകുതി രൂപ ഉണ്ടാവും. 360 180 180.55 റുപ്പീസ് എന്ന് വരും. ചെയ്ത് നോക്കിയാൽ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ട്. പിന്നെ നമ്മളതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ലിറ്ററിലേക്ക് ആക്കുന്ന കോമ്പിനേഷനിൽ. അതും കൂടെ പറഞ്ഞ് ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, ഇതോടെ പറഞ്ഞിട്ട് നിർത്താം. അതിന് മുമ്പ് ആ ഒരു കാര്യം പറയാം, ലിറ്ററിലേക്ക് ആക്കുന്ന കാര്യങ്ങളൊക്കെ. 1 സെന്റിമീറ്റർ ക്യൂബ് എന്ന് പറഞ്ഞാൽ വേറൊരു വീഡിയോയിൽ വളരെ ഡീറ്റെയിൽ ആയിട്ട് സെന്റിമീറ്റർ ക്യൂബ് എന്താണെന്ന് എണ്ണി കാണിച്ചു കൊടുത്തിട്ടുണ്ട്, അല്ലെ? തൊട്ട് കാണിച്ചു കൊടുത്തിട്ടുണ്ട്. എന്തായാലും 1 സെന്റിമീറ്റർ ക്യൂബ് പറഞ്ഞാൽ 1 സെന്റിമീറ്റർ സൈഡുള്ള ഒരു ചെറിയ ക്യൂബ്. അതൊരു ഐസിന്റെ കട്ടയാണെന്ന് വിചാരിക്കുക. അതൊരു സ്പൂണിലെടുത്ത് ഒരുക്കിയാൽ എത്ര വെള്ളം കിട്ടും? അതാണ് 1 സെന്റിമീറ്റർ ക്യൂബ്. അത് തന്നെയാണ് 1 മില്ലി ലിറ്റർ. നമുക്കറിയാലോ 1000 മില്ലി ലിറ്റർ വെളിച്ചെണ്ണ വീട്ടിൽ കൊണ്ടുവരുമ്പോൾ 500 മില്ലി 700 മില്ലി 1000 മില്ലി എന്ന് പറയില്ല, അപ്പൊ 1 ലിറ്റർ എന്ന് പറയും. അപ്പൊ 1000 മില്ലി ആവുമ്പോ 1000 മില്ലി ലിറ്റർ 1 ലിറ്റർ. 1000 മില്ലി ലിറ്റർ എന്ന് പറഞ്ഞാൽ 1000 സെന്റിമീറ്റർ ക്യൂബ് തന്നെയാണ്. മില്ലി ലിറ്റർ ആണല്ലോ സെന്റിമീറ്റർ ക്യൂബ്. 1 ലിറ്റർ. അപ്പൊ 1 ലിറ്റർ 1000 സെന്റിമീറ്റർ ക്യൂബാണ്. നേരത്തെ ഒരു കൺവേർഷൻ ഉണ്ട്. 1 മീറ്റർ ക്യൂബ് എന്താണ്? ആക്ച്വലി 1 മീറ്റർ ക്യൂബ് എന്ന് പറയുമ്പോൾ 1 മീറ്റർ സൈഡുള്ള വലിയൊരു ക്യൂബ്, വീട്ടിലെ വെള്ള ടാങ്ക് ഒക്കെ ഉണ്ടാവും ചിലത്, അത് 1000 ലിറ്റർ ആണ്. അത് 1 മീറ്റർ ക്യൂബ് സത്യത്തിൽ 1 മീറ്റർ 100 സെന്റിമീറ്റർ ഇൻറ്റു 100 സെന്റിമീറ്റർ ഇൻറ്റു 100 സെന്റിമീറ്റർ ആണ്. 10 lakh സെന്റിമീറ്റർ ക്യൂബാണ്. ഇത് അറിയേണ്ട ആവശ്യമില്ല. അത് നമ്മൾ ലിറ്ററിലേക്ക് ആക്കുമ്പോൾ നമുക്ക് 1000 സെന്റിമീറ്റർ ക്യൂബ് ലിറ്റർ ആണെങ്കിൽ 5000 സെന്റിമീറ്റർ ക്യൂബ് എന്താണ്? 5000/1000 5/1000 ചെയ്യേണ്ടി വരും. ലിറ്ററിലേക്ക് ആക്കാൻ വലിയൊരു നമ്പറിലേക്ക് ആക്കണം. അപ്പൊ ഡിവൈഡ് ബൈ ചെയ്യണം. അപ്പൊ ദിസ് ഈക്വൽ ടു 10 lakh/1000 ലിറ്റേഴ്സ് എന്ന് വരും. അങ്ങനെ ഇങ്ങനെ കട്ട് ചെയ്യുമ്പോൾ 1000 ലിറ്റർ ആവും. അപ്പൊ 1 മീറ്റർ ക്യൂബ് എന്താണ്? 1000 ലിറ്റർ ആണ്. ഞാൻ എന്തിനിപ്പോ ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് ചെയ്ത്? ചില കുട്ടികളൊക്കെ വിചാരിച്ചത് 1000 സെന്റിമീറ്റർ ക്യൂബ് 1 ലിറ്റർ, 1000 സെന്റിമീറ്റർ ക്യൂബ് 1 ലിറ്റർ, 1 മീറ്റർ ക്യൂബ് 1000 ലിറ്റർ. തിരിച്ചും മറിച്ചും പറയാന്ന് വിചാരിച്ചു. അങ്ങനെയല്ല. 10 lakh സെന്റിമീറ്റർ ക്യൂബ് കട്ട് ചെയ്ത് വന്ന 1000 ലിറ്റർ ആണ്. ഓക്കെ, 1 മീറ്റർ ക്യൂബ് അല്ലെങ്കിൽ നമുക്കറിയാലോ, വിഷ്വലൈസ് ചെയ്താൽ മതിയല്ലോ. 1 സെന്റിമീറ്റർ ക്യൂബ് ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ ലുഡോ ബോർഡ് കളിക്കുമ്പോൾ ചെറിയ കട്ട, അത് 1 മീറ്റർ ക്യൂബ് എന്നൊക്കെ പറയുമ്പോൾ അതൊരു 1000 കൂടിയാലൊക്കെ 1 ലിറ്റർ ആവുള്ളൂ. 1 മീറ്റർ ക്യൂബ് 1 മീറ്റർ ഇത്ര ലെങ്ത് ഉണ്ടാവും. അത്രയും സൈഡിലുള്ള ഒരു ക്യൂബ്, അതിലെത്ര വെള്ളം കൊള്ളും? കുറേ വെള്ളം. 1000 ലിറ്റർ ആണെന്ന് മനസ്സിലാക്കി വെക്കുക. അത് തിരിച്ച് ചെയ്തുകൊണ്ട് നമ്മൾ 0.001 ലിറ്റർ എന്നൊക്കെ എഴുതിയാൽ വളരെ മോശമായി പോകും. എന്ന പോലെ ഇയാളെ 1 സെന്റിമീറ്റർ ക്യൂബ് 1000 ലിറ്റർ എന്നൊക്കെ എഴുതി എന്തിനു തന്നു? അല്ലെ? വിഷ്വലൈസ് ചെയ്താൽ മതി. വേറൊരു വീഡിയോയിൽ അതൊക്കെ ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട്, അതുകൊണ്ട് ഇവിടെ പറയുന്നില്ല. യെസ്, ഈ കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം. ഇത് വെച്ചിട്ട് നമ്മൾ ഈ കാര്യങ്ങളൊക്കെ വെച്ചുകൊണ്ട് ലാസ്റ്റ് ഒരു ക്വസ്റ്റ്യൻ ചെയ്യുകയാണ്. ഒരു കമ്പനിയിലെ ഒരു ഹെമിസ്ഫെറിക്കൽ എന്ന് പറഞ്ഞ അർദ്ധഗോളാകൃതിയിലുള്ള ഒരു ടാങ്കിന്റെ ആരം 3 മീറ്ററാണ്. അതിന്റെ കപ്പാസിറ്റി കണ്ടുപിടിക്കുക. ചിലപ്പോൾ ഇങ്ങനെ ആയിരിക്കും, അതിൽ എത്ര ലിറ്റർ വെള്ളം കൊള്ളും? The radius of a hemispherical tank is equal to 3 meter. Find the capacity of that tank. How many liters of water that tank will contain or does contain എന്ന് ചോദിക്കും. അപ്പോ അതെങ്ങനെ ചെയ്യാം നമുക്ക് നോക്കാം. ടാങ്ക് വലിയ ടാങ്കാണ്, 3 മീറ്റർ എന്നൊക്കെ പറയുമ്പോൾ വലിയൊരു ടാങ്കാണ്. 3 മീറ്റർ റേഡിയസ് തന്നെ ഉണ്ട്. അപ്പോൾ ഡയമീറ്റർ 6 മീറ്റർ ഉണ്ട്. വലിയ ടാങ്ക് എവിടെയെങ്കിലും ഫർണസിലൊക്കെ ഉപയോഗിക്കും അങ്ങനത്തെ ടാങ്കുകളൊക്കെ. നമ്മൾ
ഹെമിസ്ഫെറിക്കൽ ആണ് എന്തായാലും. ഹെമിസ്ഫെറിക്കൽ ടാങ്ക് 3 മീറ്റർ. കപ്പാസിറ്റി എന്ന് പറഞ്ഞാൽ തന്നെ എന്താ ചെയ്യാനൊന്നുമില്ല, അത് വോളിയം എന്നാണ്, വോളിയം. ഈ ക്വസ്റ്റ്യൻ്റെ ഒക്കെ ബ്രാക്കറ്റിൽ ചിലപ്പോൾ ഉണ്ടാവും യൂസ് പൈ ഈക്വൽ ടു 3.14 എന്നുണ്ടാവും. എന്തായാലും 2/3 പൈ ആർ ക്യൂബ് ആണല്ലോ. പൈ ആർ ക്യൂബ് 2/3 പൈ ഇൻറ്റു 3 മീറ്റർ ആണ് 3 ക്യൂബ്. 2/3യും പൈയും 3 ഇൻറ്റു 3 ഇൻറ്റു 3, 3യും 3യും കട്ടായി പോയാൽ 9 2 18 പൈ മീറ്റർ ക്യൂബ്. മീറ്ററിലാണ് തന്നത്. അപ്പൊ നമ്മൾ 18 ഇൻറ്റു 3.14 ചെയ്യണം. 314 ഇൻറ്റു 18 32 11 അല്ലെ. 3 24 25 4 1 3 2 5 6 5. അപ്പൊ കിട്ടിയത് എന്താണ്? നമുക്ക് 1 2 രണ്ടെണ്ണം മാറ്റിയാൽ 56.52 മീറ്റർ ക്യൂബ്. Find the capacity of that tank in liters എന്നൊക്കെ ഉണ്ടാവും. ഉണ്ടെങ്കിൽ ഇല്ലെങ്കിൽ കപ്പാസിറ്റി ചോദിച്ചാൽ ലിറ്ററിലാക്കലാണ് ഒരു ബെറ്റർ. മാർക്ക് ലിറ്റേഴ്സിലാക്കാൻ പറഞ്ഞാൽ ലിറ്റർ ആക്കിയാൽ മതി എന്നാണ്. ലിറ്റേഴ്സിലാക്കാൻ പറഞ്ഞാൽ എങ്ങനെ ചെയ്യാം? 1 മീറ്റർ ക്യൂബ് 1000 ലിറ്റർ. ഇത് സെന്റിമീറ്റർ ക്യൂബിലായിരുന്നുവെങ്കിൽ ലിറ്റർ ആക്കാൻ എന്ത് ചെയ്യണം? കുറച്ചുള്ളൂ, 56 ചെറിയ സെന്റിമീറ്റർ ക്യൂബുകൾ ഡിവൈഡ് ബൈ 1000. അപ്പോൾ വളരെ സിമ്പിളായിട്ട് ഇത്രയൊക്കെ കിട്ടുള്ളൂ. ലിറ്റർ സെന്റിമീറ്റർ ക്യൂബ് ആയിരുന്നെങ്കിൽ 0.05652 ലിറ്റർ. 1000 ഡിവൈഡ് ചെയ്യുമ്പോൾ ഒരു 0 കിട്ടുമ്പോൾ ഒന്നുകൂടി ചേട്ടാം, 1 കിട്ടുമ്പോൾ ഒന്നുകൂടി ചേട്ടാം, 1 കിട്ടുമ്പോൾ ഒന്നും കൂടെ ചേട്ടാം, അപ്പോൾ 0ന്റെ അപ്പുറത്ത് ചേട്ടാം, അങ്ങനെ വരിക. അത് ഇപ്പൊ നമുക്ക് മീറ്റർ ക്യൂബാണ്. മീറ്റർ ക്യൂബ് വലുതാണ്, നമുക്കറിയാം. 1 മീറ്റർ ക്യൂബിന് ഇഷ്ടം പോലെ 1000 ലിറ്റർ ഉണ്ട്. അപ്പോൾ 56.52 മീറ്റർ ക്യൂബോ 56.52 ഇൻറ്റു 1000. ഒരു 0 കൊണ്ട് ഗുണിക്കുമ്പോൾ ഇങ്ങോട്ട് ചാടും, 2 എണ്ണം ഇങ്ങോട്ട്, പിന്നെ മൂന്നാമത്തെ ഒരു 0 തൊട്ട് അപ്പുറത്ത് ചാടും. 56520 ലിറ്റേഴ്സ്. ഇത്രയും ലിറ്റർ ഉണ്ടോ? ഓക്കെ. ഇനി ഒരു ക്വസ്റ്റ്യൻ ഞാൻ പറയാൻ ചെയ്യുന്നില്ല. ഒരു സർക്കസ് ടെന്റ്, അതിന്റെ സർക്കസ് ടെന്റ് ഈസ് ഇൻ ദി ഷേപ്പ് ഓഫ് എ സ്ക്വയർ പിരമിഡ്. ബേസ് എഡ്ജ് 4 മീറ്റർ, ഹൈറ്റ് ബേസ് എഡ്ജ് 8 മീറ്റർ, ഹൈറ്റ് 5 മീറ്റർ അല്ലെങ്കിൽ 4 മീറ്റർ. Then what is the cost of canvas needed to cover it, make it? ഒരു സർക്കസ് കൂട്ടുകാർ ഉണ്ടാക്കണം. അതിന്റെ ബേസ് എഡ്ജ് എത്രയെങ്കിലും 6 മീറ്റർ, ഹൈറ്റ് ഒരു 4 മീറ്റർ. അപ്പോൾ ആ കൂടാരുണ്ടാക്കാൻ വേണ്ട ക്യാൻവാസിന്റെ കോസ്റ്റ് എന്താണ്? 1 മീറ്റർ സ്ക്വയർ ക്യാൻവാസിന് 70 റുപ്യുണ്ട്, 70 റുപ്പീസ്, അങ്ങനെയൊക്കെ ചോദിക്കും. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കുക, സർക്കസ് ടെന്റ് ഉണ്ടാക്കണമെങ്കിൽ കൂടാരം പുറം ഭാഗം നമ്മൾ കവർ ചെയ്യുള്ളൂ. എന്ന് പറഞ്ഞാൽ ലേറ്ററൽ സർഫസ് ഏരിയ. ഇപ്പൊ ലേറ്ററൽ സർഫസ് ഏരിയ കണ്ടുപിടിക്കുക, എത്ര മീറ്റർ സ്ക്വയർ നോക്കുക, 1 മീറ്റർ സ്ക്വയറിന് 50 വെച്ചിട്ട് ഗുണിക്കുക, അത്രേ ഉള്ളൂ. അങ്ങനെ പല ക്വസ്റ്റ്യൻസ് ഉണ്ട്. നമ്മൾ ഇങ്ങനെ ടാങ്ക് ഒക്കെ കണ്ടിട്ടുണ്ടാവും. ഏതോ ഒരു പെട്രോൾ ടാങ്ക് ആണ്. അപ്പൊ അതിന്റെ കോമൺ റേഡിയസ് 1 മീറ്റർ, ടോട്ടൽ ഇത്ര മീറ്റർ എന്നൊക്കെ പറഞ്ഞു. ഇതൊക്കെ കപ്പാസിറ്റി കണ്ടുപിടിക്കാം. ഇനിയൊക്കെയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ അങ്ങനെ സിമ്പിൾ ആണ്. ഓൾമോസ്റ്റ് എല്ലാം നമ്മൾ ക്വിക്ക് റിവിഷൻ ആണെങ്കിലും ഓൾമോസ്റ്റ് എല്ലാ കാര്യങ്ങളും പറഞ്ഞു. ഓക്കെ.